എന്റെ അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ പോയിരുന്നു. അവർ അന്ന് രാത്രി മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഈ വിഷയം അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞു. അവൻ വിളക്ക് കത്തിയതിന്റെ അവൻ മുകളിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അച്ഛൻ എന്നെ വിളിപ്പിച്ചു. അച്ഛനെ പേടിയാണ്, ഞങ്ങൾക്ക് 3 പേർക്കും പേടിയാണ്. വിളിപ്പിച്ചതിന് ശേഷം ഞാൻ താഴെ ഇറങ്ങി ചെന്നപ്പോൾ അച്ഛൻ, അമ്മ, 2 ജ്യേഷ്ഠന്മാര്, എന്റെ കൂട്ടുകാരൻ, ഇത്രയും പേര് ഇങ്ങനെ റൗണ്ടിലിരിക്കും. എന്നോട് പറഞ്ഞ് നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ചില അനുഭവങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പം സമയം ചിലവഴിക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബിബിൻ പുരുഷോത്തമനാണ്. തൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയതായ തീച്ചൂളയുടെ ചില അനുഭവങ്ങൾ അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കേവർക്കും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കർത്താവിൻ്റെ ദാസൻ പറയുന്ന തൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കാം. ആ പ്രിയപ്പെട്ടവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ നാം എല്ലാവരുമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബിബിൻ പുരുഷോത്തമനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവദാസനെ കർത്താവിന്റെ പരിശുദ്ധ നാമങ്ങൾക്ക് കൊടുമാറാകട്ടെ. എന്റെ പേര് ബിബിൻ പുരുഷോത്തമൻ എന്നാണ്. എന്റെ സ്വന്തം നാട് ചെങ്ങന്നൂരാണ്. എന്നാൽ ഇപ്പൊ 23 വർഷമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിനടുത്തായിട്ട് ആർപ്പൂക്കരയിലുള്ള ആത്മചൈതന്യ എന്ന ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് സഭയുടെ പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് എന്റെ ഭാര്യ സരിത എന്നാണ് പേര്. 2 വർഷം മുമ്പ് കർത്താവിന്റെ സന്നിധിയിൽ ബന്ധപ്പെടുവാനിടയായി. കുട്ടികളുണ്ട്. മൂത്ത മകൻ ജോഷുവ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2ാമത്തെ മകൻ ജോയൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ യുവാക്കി വെച്ച സ്ഥലത്ത് ദൈവിക ശുശ്രൂഷയിലായിരുന്നു. അരോമ ടിവിയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും അതുപോലെ വ്യൂവേഴ്സും എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദാസൻ പാസ്റ്റർ ദാനിയൽ ജോൺ ഗുജറാത്തിൽ നിന്ന് ശുശ്രൂഷയിലായിരിക്കുന്നത്. കർത്താവിനെ അറിയിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ മഹനീയമായ ഈ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ ആ സാക്ഷ്യത്തെ പറയുവാൻ അരോമ ടിവി ചാനലിലൂടെ എനിക്ക് കർത്താവ് അവസരമൊരുക്കി തന്നല്ലോ. സാക്ഷ്യം അത്ര സാക്ഷ്യത്തെ ഉളവാക്കുമെന്ന കർത്താവിന്റെ വചനം പോലെ അത് അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി, ആത്മീയമായി വർധനവിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ പേര് ബിബിൻ പുരുഷോത്തമൻ എന്നാണ്. എൻ്റെ സ്വന്തം നാട് ചെങ്ങന്നൂര്. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ആയിരുന്നു എൻ്റെ ജനനം. എൻ്റെ അച്ഛൻ്റെ പേര് പുരുഷോത്തമൻ, അമ്മയുടെ പേര് ലക്ഷ്മി. എനിക്ക് മൂത്ത 2 സഹോദരന്മാർ കൂടിയുണ്ട്. ബിനു എന്ന് ഏറ്റവും മൂത്ത ആളുടെ പേര്, 2ാമത്തെ ആളുടെ പേര് ബൈജു. ഞങ്ങൾ 3 ആൺപിള്ളേരാണ്. ചെറുപ്രായം എൻ്റെ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു. ചെറുപ്രായം മുതലേ തന്നെ എൻ്റെ വിശ്വാസത്തിൽ അതിൻ്റെതായ ആചാരങ്ങളിലും പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് വളർന്നു വന്ന കുടുംബമായിരുന്നു. വലിയ ദൈവഭക്തിയുടെ തലങ്ങൾ ആ കാലങ്ങളിൽ ഇല്ലായിരുന്നില്ല. എന്നിരുന്നാൽ പോലും എൻ്റെ വിദ്യാഭ്യാസ കാലങ്ങളിലൊക്കെ തന്നെ മാതാപിതാക്കളെ അനുസരിച്ചും ഒക്കെ ജീവിച്ചു വരുവാൻ ഇടയായിത്തീർന്നു. അച്ഛൻ പട്ടാളത്തിലായിരുന്നത് കൊണ്ട് അച്ഛൻ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രിക്റ്റും കാര്യങ്ങളും ഒക്കെയും അങ്ങനെ ആണെങ്കിലും അച്ഛൻ അവധിക്ക് അത് കഴിഞ്ഞ് പോകുന്ന സമയത്ത് വീട്ടിൽ കൂട്ടുകാരും സഹോദരന്മാരും ഒക്കെ ആയിട്ട് നല്ല ഒച്ചപ്പാടും ബഹളവും ഒക്കെ വെച്ച് അങ്ങനെ ജീവിച്ചു വന്ന കാലമാണ്.
അങ്ങനെ ഏകദേശം ഈ 5ാം ക്ലാസ്സിൽ വന്ന സമയത്താണ് എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് നവോദയയുടെ പരീക്ഷ എഴുതുകയും അങ്ങനെ ആ പരീക്ഷയിൽ വിജയം കിട്ടി ആലപ്പുഴ ജില്ലയുടെ നവോദയ സ്കൂളായിരിക്കുന്ന ചെന്നിത്തലയിൽ നവോദയ സ്കൂളിൽ ചേർന്നാണ് തുടർന്ന് എൻ്റെ പഠനം നടന്നത്. ശേഷം ഏകദേശം എൻ്റെ 10ാം ക്ലാസ്സിലേക്ക് ഞാൻ എത്തുന്ന സമയത്ത് പരീക്ഷയ്ക്ക് നമ്മൾ ജയിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കടമയാണല്ലോ. അപ്പം ദൈവാനുഗ്രഹം ഇല്ലാതെ ജയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് ഭക്തി കൂടുതൽ, കാരണം ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക, ദൈവം കനിഞ്ഞാലേ ജയം കിട്ടത്തുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് വന്നപ്പോൾ കൂടുതൽ പ്രാർത്ഥനയും കൂടുതൽ അങ്ങനെ ആ ഒരു തലത്തിലാണ് ശരിക്കും പറഞ്ഞു ഞാനൊരു ഭക്തിയുടെ തലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ, അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ തന്നെ ക്ഷേത്രങ്ങളിൽ പോവുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ജയത്തിന് വേണ്ടി അപേക്ഷിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ കാലം മുമ്പോട്ട് പോയി. അങ്ങനെ 10ാം ക്ലാസ്സില് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അവസാന നിമിഷം എനിക്ക് തോന്നി ഫസ്റ്റ് ക്ലാസ് കിട്ടത്തില്ല, ദൈവമേ ഒരു സെക്കൻഡ് ക്ലാസ് എങ്കിലും എനിക്ക് നേടിത്തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോഴേക്കും സെക്കൻഡ് ക്ലാസ്സോടുകൂടി എനിക്ക് വിജയം നേടുവാൻ തോന്നി. അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ബോധ്യം വന്നു, ഇങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന അല്ലെങ്കിൽ ദൈവം സഹായിക്കുന്നത് കൊണ്ടാണ് ജയം കിട്ടിയത് എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുവാൻ തോന്നി. തുടർന്ന് ഞാൻ +1 +2 നാട്ടിൽ പഠിക്കുവാനായിട്ട് ഇടയായി. അപ്പോ ഞാൻ PHSC MLT ആണ് എടുത്തത്. അങ്ങനെ ചെങ്ങന്നൂർ തന്നെ എൻ്റെ പ്രോപ്പർ സ്ഥലം കാരക്കാട് എന്ന സ്ഥലമാണ് പ്രോപ്പർ സ്ഥലം. അപ്പം വല്ലന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള സ്കൂളിലാണ് ഞാൻ +1 +2 പഠിക്കുന്നത്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. MLT കോഴ്സ് പഠനം ഞാൻ അങ്ങനെയാണ് അവിടെ പൂർത്തീകരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ +2വിന്റെ സമയത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന തുടർന്ന് 10ാം ക്ലാസ് മുതൽ തുടർന്ന് അങ്ങോട്ട് അതേ ഭക്തിയുടെ തലമാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. +2വിലേക്ക് വന്നപ്പോൾ ഞാൻ കൂടുതൽ 10ാം ക്ലാസ്സിൽ ആശ്രയിച്ചതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് ക്ഷേത്രത്തിൽ പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഞാൻ ശനിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം വരികയാണെങ്കിൽ വൈകിട്ട് വീട്ടിൽ വിളക്ക് കത്തിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയെല്ലാം തുടർമാനമായിട്ട് സന്ധ്യാ പ്രാർത്ഥനയും വിളക്ക് കത്തിക്കുന്നതും രാവിലെ വിളക്ക് കത്തിക്കുകയും പ്രാർത്ഥന ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ പഠന സമയത്ത് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു പരീക്ഷയുടെയൊക്കെ സമയം ആകാറായപ്പോൾ 9:30 കിടക്കും. കിടന്നു കഴിഞ്ഞാൽ ഒരു 2 മണി 3 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. ഈ ഒരു ടൈമിൽ എഴുന്നേറ്റായിരിക്കും ശാന്തമായ അന്തരീക്ഷത്തിലായിരിക്കും തുടർന്ന് പഠിക്കുന്നത്. രാവിലെ അതുപോലെ തന്നെ ഉണർന്നാൽ ഉടനെ തന്നെ വിളക്ക് കത്തിച്ച് കുളിച്ച് വന്ന് വിളക്ക് കത്തിച്ചതിന് ശേഷം പിന്നീടായിരിക്കും പഠനം. ആ പഠനമൊക്കെ അങ്ങനെ ക്രമമായിട്ട് ഇങ്ങനെ ഭക്തി അധികമായിട്ട് വന്നു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ശനിയാഴ്ച എന്ന് പറയുന്ന ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ വൈകിട്ട് ഒരു 5 മണിയാകുമ്പം വിളക്ക് വീട്ടിൽ കത്തിച്ചതിന് ശേഷം ഞാൻ പുറപ്പെട്ടു ഒരു 6 ക്ഷേത്രം കവർ ചെയ്ത് രാത്രി 10-10:30 ആകുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വരുത്തുന്നു. അവസാനത്തെ ക്ഷേത്രത്തിൽ നിന്ന് അത്താഴ പൂജയും കഴിഞ്ഞ് അവിടുന്ന് കിട്ടുന്ന പ്രസാദവും വാങ്ങിക്കൊണ്ട് വന്ന് അത് കഴിച്ചതിന് ശേഷമാണ് രാത്രിയിലത്തെ അത്താഴം കഴിഞ്ഞ് ഞാൻ ആ നിലവാരത്തിൽ ഇങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അന്നും ഇതുപോലെ പ്രാർത്ഥനയിൽ ശക്തമായി പരീക്ഷയുടെ സമയമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ക്ഷേത്രത്തിൽ പോവുകയും കൂടുതൽ പ്രാർത്ഥിക്കുകയും നേർച്ചകൾ നേരുകയും ശബരിമലയിൽ നടന്നു പോയിക്കൊള്ളാം, പിന്നെ ചില ക്ഷേത്രങ്ങളിൽ ശൂലം കൊടുക്കാം, അതുപോലെ തന്നെ അങ്ങനെ നേർച്ചകളൊക്കെ നേരുവാനിടയായിരുന്നു. +2വിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഡിസ്റ്റിങ്ഷന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞാൻ അവസരം പറഞ്ഞു എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയില്ലേലും എനിക്ക് ഫസ്റ്റ് ക്ലാസ് എങ്കിലും കിട്ടും. അങ്ങനെ പ്രാർത്ഥിച്ചതുപോലെ തന്നെ +2വിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് വന്നു. അപ്പൊ കൂടുതൽ പിന്നെയും ഭക്തിയായി. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് എൻ്റെ ക്ലാസ്സിന്റെ ക്ലാസ് ടീച്ചർ നിഷ എന്നാണ് ടീച്ചറിന്റെ പേര്. ക്ലാസ്സിൽ PHC MLT പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ 2 ആൺപിള്ളേരും ബാക്കി 24 പെൺപിള്ളേരും ഞങ്ങളോട് നല്ല കാര്യമായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ പന്തളം NSS കോളേജിൽ അടുത്ത ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ശ്രമം നടത്തുക. അപ്പം ഈ ടീച്ചറാണ് എന്നോട് പറഞ്ഞത്, ഇവനിപ്പം പഠിച്ചു വന്നത് MLT മെഡിക്കൽ
BHC MLT ആണ്, മെഡിക്കൽ ലാബ് ടെക്നോളജി. അതിന്റെ തുടർമാനമായിരിക്കുന്ന പഠനം കോട്ടയത്തുണ്ട്. ഇപ്പൊ നീ ഇതിൽ ഈ ലെവലിൽ തന്നെ അടുത്ത പഠനത്തിലേക്ക് പോയി നിനക്ക് അടുത്ത തലത്തിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് നീ അത് എടുക്കുന്നത് നല്ലതായിരിക്കും. അതിനൊരു ആപ്ലിക്കേഷൻ കൊടുത്തിടാൻ പറ്റും. അങ്ങനെ ഞാൻ ഇവിടെ കോട്ടയത്ത് SME എന്ന് പറയും, സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുകയായിരുന്നു അന്ന്. അവിടെ ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അത് കൊടുക്കാനുള്ള ഒരു കാരണം കൂടെ ഉണ്ട്. എൻ്റെ അപ്പച്ചിയുടെ മകളുടെ ഭർത്താവ് MG യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സഹായം ഉണ്ടാകും എന്നുള്ളതിലാണ് അവിടെ കൊടുക്കുന്നത്. തുടർന്ന് അപ്പൊ തന്നെ പന്തളം NSS കോളേജിലും ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലും ഒക്കെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കും. അപ്പൊ ആദ്യം എനിക്ക് പന്തളം NSS കോളേജിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ ഞാൻ പന്തളം NSS കോളേജ് ഞാൻ അവിടെ ചേരാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു കഴിയുമ്പോഴത്തേക്കിന് ഞാൻ പഠിച്ച സയൻസ് കോഴ്സുമായി ബന്ധപ്പെട്ട് BSc ബയോകെമിസ്ട്രി നല്ലതാണ്, അതുകൊണ്ട് അത് ഡിഗ്രി എടുക്കാനായിട്ട് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പന്തളം NSS കോളേജ് ഡിഗ്രി BSc ബയോകെമിസ്ട്രി എടുത്തു. പക്ഷെ ഒരു കുറച്ച് ദിവസമേ പോയുള്ളൂ. കാരണം കൂടുതൽ ദിവസങ്ങളിൽ സ്പൈക്ക് ഒക്കെ ആയിരുന്ന കാരണം കുറച്ച് ദിവസമേ പോയുള്ളൂ. അപ്പോഴാണ് എനിക്ക് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് വരുന്നു, ലാസ്റ്റ് കോട്ടയത്ത് നിന്ന് എനിക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് വരുന്നത്. അങ്ങനെ ഞാൻ അഡ്മിഷന് വേണ്ടിയിട്ട് പന്തളം NSS കോളേജിൽ നിന്ന് എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം വാങ്ങിക്കൊണ്ട് കോട്ടയത്ത് വന്ന് ചേരുവാൻ കഴിയും. അപ്പൊ അവിടെ സെലക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് കിട്ടണം, ഇവിടെ എനിക്ക് കിട്ടണം എന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. അന്ന് ജീവിച്ചു വന്ന ആ വിധ പശ്ചാത്തലത്തിൽ നിന്നുള്ളതാണ് പ്രാർത്ഥന, ഇവിടെയുള്ള പ്രാർത്ഥനയാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ എൻ്റെ പേരും വിളിച്ചു. എനിക്ക് അങ്ങനെ കോട്ടയം SMEയിൽ BSc MLT മെഡിക്കൽ ലാബ് ടെക്നോളജി കോഴ്സ് പഠിക്കുവാനായിട്ട് കിട്ടുകയും ഞാൻ അങ്ങനെ അവിടെ ചേരുകയും ചെയ്തു. അങ്ങനെ 2001, 2002 ബാച്ചായിട്ടാണ് കോട്ടയം SMEയിൽ ഞാൻ ചേരുന്നത്. പിന്നെ എൻ്റെ അച്ഛൻ ആണ് ഇവിടെ കൊണ്ടുവന്നാക്കുന്നത്. അപ്പൊ തന്നെ കോളേജിന്റെ തൊട്ടടുത്ത് എനിക്ക് സ്റ്റേ ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. ഒരു 1 കിലോമീറ്ററോളം മാറിയാണ് ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് പോയി അവിടെയും താമസ സൗകര്യം ഒരുക്കി. 2001 എനിക്ക് ഞാനിവിടെ പഠനം ആരംഭിച്ചു. ആരംഭകാലങ്ങളിൽ കോളേജ് ലൈഫ്, കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞൊരു ഇത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ ആ സമയത്തോടെയാണ് പ്രീ ഡിഗ്രി നിർത്തുന്നത്. ഞങ്ങളുടെ സമയത്ത് +2 ഉണ്ട്, പ്രീ ഡിഗ്രി ഉണ്ട്, ഇത് രണ്ടിൽ ചേരാം. അപ്പൊ ആ സ്കൂൾ ലെവൽ ആയതുകൊണ്ട് ഒരു കോളേജ് അന്തരീക്ഷത്തിലേക്ക് ആദ്യമായിട്ടുള്ള കാൽവെപ്പ് ആയതുകൊണ്ട് ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ഭയം ഉണ്ടായിരുന്നു. മാത്രമല്ല ചെറിയ രീതിയിലൊക്കെ റാഗിങ്ങും ഉണ്ടായിരുന്നു ആ സമയത്ത്. കോളേജിൽ നിന്ന് വലിയ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള റാഗിങ് അല്ല, ചെറിയതായ രീതിയിൽ റാഗിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 6 മാസത്തോളം ഈ പറഞ്ഞ പോലെ ഞാൻ പഠിക്കുന്ന കോളേജിന്റെ, ഈ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിന് അടുത്ത് തന്നെയാണ്, ആർപ്പുക്കര തന്നെയാണ് ഈ കോളേജ്. അവിടെ ഒരു 1 കിലോമീറ്റർ മാറി ഈ 6 മാസം താമസം ഇത്ര ദൂരം നടന്ന് പഠനം നടത്തുകയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ ഫ്രഷേഴ്സ് ഡേ ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കോളേജിൽ പോകുന്നതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ ആരും റാഗിങ്ങിനായിട്ട് വരത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ താമസിക്കുമ്പം ഞങ്ങളുടെ കൂട്ടത്തില് ഒരു 12 കുട്ടികളുണ്ടായിരുന്നു ആമ്പിള്ളേർ. അതില് 5 പേരോളം MLT പഠിക്കുന്നവർ, 6 പേരോളം MLT പഠിക്കുന്നവരും 6 പേര് ഫിസിയോതെറാപ്പി പഠിക്കുന്നവരും. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ആലോചിച്ചു, ഇത്രയും ദൂരം എല്ലാ ദിവസവും നടന്നു വരികയും പോവുകയും ചെയ്യണം, അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കോളേജിൽ അടുത്തായിട്ട് താമസത്തിനുള്ള സൗകര്യം കിട്ടുമെന്ന് ചിന്തിച്ചു. അങ്ങനെ എൻ്റെ കൂട്ടുകാർ എല്ലാവരും ചേർന്ന് ഈ കോളേജിന് തൊട്ടടുത്തുള്ള ഭാഗങ്ങളിലൊക്കെ അന്വേഷണം നടത്തി വന്നു. പക്ഷെ എനിക്കത് പല സ്ഥലങ്ങളിലും നോക്കിയിട്ടില്ല. ഒടുവിൽ ഒരു ദിവസം ഇവരെല്ലാം വന്ന് അന്വേഷണം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞ് ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടിയായിരുന്നു. പക്ഷെ അത് ആദ്യം അവര് ഇങ്ങോട്ട് തരാമെന്നുള്ള കാര്യം തീരുമാനമായിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അവർ ആ വീടിന്റെ മേളത്തെ പണി പൂർത്തീകരിച്ചതേ ഉള്ളൂ, ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. എന്നാല് തൊട്ട് അടുത്ത ദിവസം ഞങ്ങളെ തേടി ഈ 1 കിലോമീറ്റർ കടന്ന് ഇദ്ദേഹം ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് പറഞ്ഞതുപോലെ
നിങ്ങൾക്ക് തരാം. അങ്ങനെ ഞങ്ങള് ഇവിടെ നിന്ന് ആ വീട് താമസം അതിന്റെ അടുക്കലേക്ക് കാര്യങ്ങളെല്ലാം പോയി കണ്ട് എല്ലാം ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് താമസം അറിഞ്ഞു. ഞാൻ ഇത് പറയാനായിട്ടൊരു വലിയ കാര്യമുണ്ട്. താമസം അതിന്റെ അടുക്കിലേക്ക് വന്നു. അതിന്റെ തൊട്ടടുത്താണ്, അതിന്റെ ഒരു മതിലപ്പുറത്താണ് ഞാൻ ഇപ്പം പ്രവർത്തിക്കുന്ന ചർച്ച്. ദൈവം കൊണ്ടുവരുന്ന ആ ഒരു വഴിയാണ് ഞാൻ പറയാൻ, അതുകൊണ്ടാണ് എത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യം പറഞ്ഞത്. അപ്പോ അവിടെ വന്ന് ഞങ്ങൾ താമസം തുടങ്ങി. തുടർന്ന് 6 മാസം അവിടെ താമസിച്ചു. അപ്പൊ നമുക്ക് അപ്പുറത്ത് പ്രാർത്ഥന കേൾക്കാം. ഞായറാഴ്ചയുള്ള പ്രാർത്ഥനയും ആരാധനയും ഒക്കെ അവിടെ നമുക്ക് കേൾക്കാൻ പറ്റും. ആൾക്കാരൊക്കെ പ്രാർത്ഥനയിൽ ഒന്ന് കാണാം. എന്റെ കൂട്ടത്തിൽ ഒരു ബെൻസൺ എന്ന് പറയുന്ന ഫിസിയോതെറാപ്പി കഴിക്കുന്ന ഒരു IPC ചർച്ചിലെ സഹോദരനുണ്ട്. അദ്ദേഹം അങ്ങനെ ആ ഒരു സുവിശേഷമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അവിടെ ഞാൻ താമസിക്കുമ്പോൾ തന്നെ എല്ലാ ദിവസവും രാവിലെ ഞാൻ എൻ്റെ റൂമിൽ വിളക്ക് കത്തിക്കും. എല്ലാ ദിവസവും വൈകിട്ടും എൻ്റെ റൂമിൽ വിളക്ക് കത്തിച്ചതിന് ശേഷം ആർപ്പൂക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഞാൻ എല്ലാ ദിവസവും പോകും. അവിടെ ചെന്നാൽ ഒരു മണിക്കൂർ ഞാൻ ആ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച്, ചുറ്റമ്പലങ്ങളിൽ പ്രാർത്ഥിച്ച് ഒക്കെ ശേഷം, അതിനെല്ലാം ശേഷം മാത്രമേ ഞാൻ തിരികെ ഇറങ്ങുള്ളൂ. 1 മണിക്കൂറോളം ഞാൻ പ്രാർത്ഥനകളോ ദീപാരാധന എല്ലാം കഴിഞ്ഞ് എല്ലാ ശേഷം മാത്രമേ. അങ്ങനെ ഇത് ഒരു ദിനചര്യ പോലെ നടന്നുകൊണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഈ ചർച്ചിന്റെ പാസ്റ്റർ, ഈ ചർച്ച് അതായത് ആത്മചൈതന്യ ചർച്ച് ഓഫ് ഗോഡ്, ഈ ദൈവസഭയുടെ പാസ്റ്റർ MC ജോസഫ്. അപ്പൊ ഞാന് എല്ലാ ദിവസവും കാവ്യൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്ന കാഴ്ച അദ്ദേഹം പലപ്പോഴും കാണുകയും ചെയ്യും. വഴി വെച്ച് തിരിച്ചു കാണിക്കും, ഹായൊക്കെ പറയും, അങ്ങനെ പോകും. മിക്കപ്പോഴും ഇദ്ദേഹം കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു 6 മാസം കഴിഞ്ഞ് ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ എക്സാം കഴിഞ്ഞു. ഫസ്റ്റ് ഇയറിന്റെ തിയറി എക്സാം കഴിഞ്ഞതിന് ശേഷം പ്രാക്ടിക്കൽ എക്സാം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഹേമരാജ് ഭണ്ഡാരി, അദ്ദേഹം ഉത്തർപ്രദേശുകാരനാണ്. അദ്ദേഹം ഇവിടെ കോട്ടയത്തേക്ക് പഠിക്കാൻ വരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവും പിന്നെ മാതാവ്, സഹോദരിമാർ 2 പേരുണ്ട്. മൂലമറ്റം പവർ സ്റ്റേഷനിലാണ് ഫാദർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇദ്ദേഹം നേപ്പാൾ മെഡിക്കൽ കോളേജിൽ MLT കോഴ്സിന്റെ ഡിപ്ലോമ കഴിഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം തുടർന്ന് BSc പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കോട്ടയത്തേക്ക് വരുന്നത്. പ്രാക്ടിക്കൽ നോളജും ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല അറിവുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടി അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ പോവുകയും ഞങ്ങൾ അവിടെ പഠിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പഠിച്ചിരുന്ന 3ാമതൊരു വ്യക്തികളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മുനിസ്വാമി, 3ാറുകാരൻ. ഇദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ള എല്ലാവരും, മുനിസ്വാമിയുടെ ഫാമിലിയിലുള്ള എല്ലാവരും വിശ്വാസത്തിലാണ്. അതുകൊണ്ട് മുനിസ്വാമി മാത്രമാണ് ഒരു വിശ്വാസ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലി ഈ സാമ്പത്തിക ചൊക്കനാട് എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ സാമ്പത്തികമായ കുറച്ച് പ്രയാസം ഉള്ളതുകൊണ്ട് നമ്മുടെ സഭയുടെ അടുത്തുള്ള ഒരു ആന്റിയുടെ വീട്ടിലാണ് പേഗസായിട്ട് താമസിക്കുന്നത്. ഈ ആന്റി ഈ പറഞ്ഞ ചർച്ചിലെ മെമ്പറാണ്. അങ്ങനെ ഈ ഹിന്ദിക്കാരൻ ആയിരിക്കുന്ന ഹേമരാജ് ഭണ്ഡാരി മുനിസ്വാമിയും സംസാരിച്ചിട്ട് മുനിസ്വാമി ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് ആദ്യമായിട്ട് സഭാ ഹാളിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോയി. ഹേമരാജ് ഭണ്ഡാരി അദ്ദേഹം ഹിന്ദു ബ്രാഹ്മണനാണ്, എങ്കിലും ഒരു കമ്മ്യൂണിസത്തിന്റെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫാദർ ഉൾപ്പെടെ ആ കാഴ്ചപ്പാടാണ്. അവര് ക്ഷേത്രത്തിൽ പോകുന്ന കാര്യങ്ങൾ അങ്ങനൊന്നും ചെയ്യാറില്ല. അങ്ങനെ ഈ ഹേമരാജ് ഭണ്ഡാരി അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ആദ്യത്തെ ദിവസം പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ തന്നെ ഒരു വലിയ വെളിച്ചം ഹേമരാജ് ഭണ്ഡാരി കണ്ടു. കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഈ വലിയ വെളിച്ചം ഇദ്ദേഹം കണ്ടു. ഇദ്ദേഹം അത്ഭുതപ്പെട്ടു. ശേഷം തുടർമാനമായിട്ട് പിന്നത്തേതിൽ മുതൽ ഇദ്ദേഹം നിരന്തരമായി പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ നിരന്തരമായി പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. കൂടുതൽ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു. എന്നാൽ അത് മലയാളം വർഷിപ്പ് നടക്കുന്ന ചർച്ചാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ലാംഗ്വേജ് അത്രയ്ക്ക് കംപ്ലീറ്റ് അറിയില്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ അറിയത്തുള്ളൂ. എങ്കിലും അദ്ദേഹം സ്ഥിരമായിട്ട് മുനിസ്വാമിയുടെ കൂട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടി ഞാൻ ഹേമരാജിന്റെ അടുക്കൽ ചെല്ലുന്നത്. ഞങ്ങള് കമ്പൈൻ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ഹേമരാജ്
ഈ പറഞ്ഞ ആത്മീയ കാര്യങ്ങൾ എന്തെങ്കിലും അദ്ദേഹത്തിന് വലുതായിട്ട് അറിയത്തില്ല, അറിയാവുന്ന ചെറിയ രീതിയിൽ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം ഇതാണ്, വിഗ്രഹാരാധന തെറ്റാണ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ അതിനെ ശക്തമായിട്ട് എതിർക്കുമായിരുന്നു. ഞാൻ ശക്തമായിട്ട് എതിർത്ത് ഞാൻ അതിനെതിരെ വാദിക്കും. അല്ല, എല്ലാ ദൈവങ്ങളും ഒന്നാണ്, ഓരോ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാൻ പല വഴികളുണ്ടെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എല്ലാ വഴികളും എത്തുന്നത് ഒന്നിലേക്കാണ്. ഒരു വൃക്ഷം ഒന്നായിരിക്കുന്നത് പോലെ അതിന്റെ വേരുകൾ പലതുണ്ടെങ്കിലും ഈ വേരുകളെല്ലാം ഒരു വൃക്ഷത്തിലേക്ക് വന്നെത്തുന്നത് പോലെ പല തലങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഇതെല്ലാം ഒറ്റ ദൈവത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ദൈവം ഒന്നേ ഉള്ളൂ, മനുഷ്യൻ പല തലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറയുവാനിടയാണ്. അങ്ങനെ പല ദിവസങ്ങളിലായി തുടർന്നമായി ഇതിങ്ങനെ ഞങ്ങൾ പഠിക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ തർക്കം നടന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഓർക്കുന്നുണ്ട്, പഠിക്കാൻ ചെന്ന് ഞങ്ങൾ പഠനം തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഈ സംസാരം വന്നിട്ട് ഏകദേശം വെളുപ്പിനെ 4 മണി 5 മണി വരെയോളം ഞങ്ങൾ തർക്കിച്ചിരിക്കുകയാണ്. അങ്ങനെ തർക്കവും വാദമായിട്ട് ഈ കാര്യങ്ങൾ കൂട്ടും. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നത്തേതിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയി നിൽക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ മനസ്സിനകത്തൊരു അസ്വസ്ഥത, പ്രാർത്ഥിച്ചിട്ടിറങ്ങുമ്പോൾ ഒരു നിരാശ, എന്തോ ഒരു പ്രയാസം ഇപ്പൊ എന്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത. അപ്പൊ ഞാൻ ഈ സമയത്ത് ഈ തർക്കിക്കാൻ വേണ്ടിയിട്ട് ഭഗവത്ഗീത മേടിക്കുന്നു, ഗീതോപദേശം മേടിക്കുന്നു, മറ്റ് മതപ്രഭാഷണങ്ങളുടെ പുസ്തകങ്ങൾ മേടിക്കുന്നു. ഇതെല്ലാം വാങ്ങിച്ചു വായിച്ച് ഇതിനകത്തു നിന്നൊക്കെ ഇവനോട് തർക്കിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇത് പറഞ്ഞ് സ്ഥാപിക്കുന്നു, അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം വാങ്ങിച്ചു വായിച്ച് തർക്കിക്കാൻ വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ചിന്ത, ബൈബിൾ വായിച്ചാൽ കൊള്ളാം, എന്നിട്ട് അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് തർക്കിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കും. അപ്പൊ ഞാൻ ഈ ഹേമരാജിനോട് പറഞ്ഞു, ഹേമരാജ് എനിക്കൊരു മലയാളം ബൈബിൾ വേണം. അപ്പൊ ഹേമരാജ് പറഞ്ഞു, ഞാൻ പാസ്റ്ററോട് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാസ്റ്ററോട് ചോദിച്ചു. എന്നിട്ട് തൊട്ടടുത്ത ദിവസം പാസ്റ്റർ ഹേമരാജിനോട് പറഞ്ഞത് കൊണ്ടാണ് എന്നെ കൂട്ടിക്കൊണ്ട് ഈ ചർച്ചിലേക്ക് ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ചർച്ചിന്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു, സഹോദരന്റെ പേരെന്നാ? ഞാൻ പറഞ്ഞു ബിപിൻ, എന്റെ വീടും നാട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, സഹോദരൻ ബൈബിൾ വേണമെന്ന് പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞ എനിക്ക് ബൈബിൾ വേണമെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ ബൈബിൾ മേടിക്കുന്നത്? ഞാൻ പറഞ്ഞ ആരും നിർബന്ധിച്ചിട്ടല്ല, എനിക്ക് വായിക്കണമെന്ന് തോന്നുന്നു. ഞങ്ങള് ഇങ്ങോട്ട് വരണം, പ്രാർത്ഥനയ്ക്ക് വരണമെന്നൊന്നും ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ ഇല്ല, പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് നിർബന്ധിച്ചിട്ടില്ല, ഞാൻ ഈ ബൈബിൾ വായിക്കണം എന്ന ഒരാഗ്രഹമാണതുകൊണ്ട്. അങ്ങനെ അദ്ദേഹം എന്റെ കയ്യിൽ ബൈബിൾ തന്നു. മുമ്പത് അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ ആ ബൈബിൾ എന്റെ കയ്യിൽ തന്നു. ഞാൻ ആ ബൈബിൾ കൊണ്ടുപോയി ഞാൻ പഴയ നിയമത്തിന്റെ ഭാഗം വായിക്കാൻ തുടങ്ങിയിരിക്കുന്നത് മനസ്സിലായില്ല. പുതിയ നിയമത്തിന്റെ ഭാഗം എടുത്തു വെച്ച് ഞാൻ വായിക്കാൻ തുടങ്ങി. വായിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം ഹൃദയത്തിലേക്ക് വരുന്നത് എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റും. എന്നാൽ അതിനകത്ത് നിന്ന് തർക്കിക്കാൻ പറ്റിയതായ ഒരു കാര്യവും, എന്റെ ഈ സുഹൃത്തുമായിട്ട് തർക്കിച്ചു വാദിക്കാൻ പറ്റിയ ഒരു കാര്യവും അതിനകത്ത് കാണുന്നുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ ആഗ്രഹം, എനിക്കറിയാം ഈ ചർച്ചിലേക്ക് പോകാൻ ഒരു വലിയ എന്തോ ആകർഷിക്കുന്നത് പോലെ നമ്മളിങ്ങനെ വലിച്ചെടുപ്പിക്കും. അങ്ങനെ ഞാൻ ഈ ഹേമരാജിനോട് ഒരു ദിവസം പറഞ്ഞു, ഒരു ദിവസം ഞാൻ എനിക്ക് ചർച്ചിലേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചർച്ചില് ആഴ്ചയിലുള്ള ഉപവാസ പ്രാർത്ഥന നടക്കുന്നത് വെള്ളിയാഴ്ചയല്ല, വ്യാഴാഴ്ച. അതുകൊണ്ട് അങ്ങനെ അടുത്ത വ്യാഴാഴ്ച ഞാൻ ഈ സുഹൃത്തുമായിട്ട് ചെന്നു. അവിടെ ചെന്ന് ചെന്ന് കയറി പ്രാർത്ഥനയ്ക്കായിട്ടിരുന്നു. പ്രാർത്ഥന ആരംഭിച്ചു, വചന ശുശ്രൂഷ തുടങ്ങി. അവിടെ അന്ന് പാസ്റ്റർ ജിജോ, അവിടുത്തെ ഈ സഭയുടെ തന്നെ ശുശ്രൂഷകനായിട്ട് സഹശുശ്രൂഷകനായി നിന്നിരുന്നതാണ് പാസ്റ്റർ ജിജോ. അദ്ദേഹം അവിടെ വചനം സംസാരിക്കാൻ പോകുന്നുണ്ട്. എന്നെ ആദ്യമായിട്ട് കാണുകയാണ്. അന്ന് അവിടെ പ്രസംഗിച്ച വചനം ഇതാണ്, സങ്കീർത്തനത്തിൽ നിന്ന്, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പാകെ മുട്ടുകുത്തുക. ഞാൻ അന്നത്തെ മീറ്റിംഗിൽ അവിടെ ചെന്ന് സംബന്ധിച്ചു. ആ മീറ്റിംഗിൽ ഇരുന്നപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നിയത്, സാധാരണ ഹൈന്ദവാചാര പ്രകാരം എല്ലാവരും അവരവരുടെ വിഷയങ്ങളാണ് പറയുന്നത്, സ്വന്തം വിഷയങ്ങൾ, ദൈവമേ എന്നെ അനുഗ്രഹിക്കുന്നതാണ്, എന്നെ കാത്തു സൂക്ഷിക്കുക എന്നൊക്കെയാണ് പ്രാർത്ഥന. എന്നാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടൊരു വ്യത്യസ്തമായ കാഴ്ച,
അനേകർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി, മറ്റുള്ള രോഗികൾക്ക് വേണ്ടി, മറ്റ് കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതെന്നെ ഒന്നും ആകർഷിക്കുവാനിടയായി. മറ്റുള്ളവർക്ക്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആ പ്രാർത്ഥന കഴിഞ്ഞു. അപ്പൊ എനിക്ക് എന്തൊക്കെയോ ഒരു വ്യത്യാസം. ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഞാൻ പതുക്കെ എന്റെ ആചാരം, കഴിഞ്ഞ നാളിൽ ഉണ്ടായിരുന്ന ആചാരപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പതുക്കെ മാറ്റിവെച്ചതിന് ശേഷം തുടർന്ന് അടുത്ത ഞായറാഴ്ച ഞാൻ ചർച്ചിൽ പോകുന്നു, ബൈബിൾ വായിക്കുന്നു, ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിലേക്ക് വന്നു. അപ്പൊ എന്തോ ഒരു വലിയ സന്തോഷം എന്നിൽ വന്ന് നിറയുന്നത് എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ആ സമയത്ത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കോളേജിൽ സ്ട്രൈക്കായി. ഞങ്ങള് SMEയില് നേഴ്സിംഗ് സ്റ്റുഡൻസിന് അവരുടെ അംഗീകാരം കിട്ടുന്ന പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് തുടർമാനമായി കുറച്ച് നാളായിട്ട് സ്ട്രൈക്ക് നടക്കും. ആ സ്ട്രൈക്ക് വന്നപ്പോഴത്തേക്കിന് കോളേജിന് അവധിയായി. അപ്പൊ കുറച്ച് ദിവസം കൂടെ സ്ട്രൈക്ക് മാറിച്ചാൽ ഞങ്ങൾ അവിടെ താമസിക്കുന്നത്. ആ സമയത്ത് പ്രാർത്ഥനയൊക്കെ സംബന്ധിക്കുന്നുണ്ട്. പക്ഷേ സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ഞാൻ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വിളക്ക് കത്തിക്കുന്നില്ല, ക്ഷേത്രത്തിൽ പോകുന്നില്ല, ഞാൻ പ്രാർത്ഥനാ കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നു. അപ്പൊ എൻ്റെ ഒരു ചിന്ത, കാരണം ഹിന്ദു മത ആചാരപ്രകാരം എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഇതിലുള്ളത്. അതുകൊണ്ട് എൻ്റെ അച്ഛൻ, അദ്ദേഹം ഞങ്ങളിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തു പോകുമ്പോൾ ക്ഷേത്രം കണ്ടാലും, മുസ്ലിം പള്ളി കണ്ടാലും, ക്രിസ്ത്യൻ പള്ളി കണ്ടാലും സ്വാമി ശരണയ്യപ്പ എന്ന് വിളിക്കുന്ന അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് അതുകൊണ്ട് എല്ലാവരെയും അംഗീകരിക്കുന്നു. ചിലപ്പം ക്രിസ്ത്യൻ പള്ളിയിൽ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുസ്ലിം പള്ളിയിൽ പോയിട്ടില്ല, അത് അകത്ത് കയറിയിട്ടില്ല, എന്നാൽ അതൊക്കെ നിന്നിട്ടുണ്ട്, നേർച്ചകളൊക്കെ കൊടുത്തിട്ടുണ്ട് 2 സ്ഥലങ്ങളും. അപ്പൊ ഇതുകൊണ്ട് എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ഞാനിങ്ങനെ പെന്തക്കോസ്ത് പ്രാർത്ഥനയ്ക്ക് പോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടും വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും അംഗീകരിക്കും. കാരണം ഈ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ അവിടെ കാണുന്നത്. അങ്ങനെ വിചാരിച്ചു. എന്നാൽ ഞാൻ അവിടെ ചെന്നു, വിളക്ക് കത്തിക്കുന്നില്ല, ക്ഷേത്രത്തിൽ പോകുന്നില്ല, ഇതാ മാത്രം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠ സഹോദരനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോകും, നല്ലതാണത്, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു, ചേട്ടന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കാരണം ആ സമയത്ത് ചേട്ടൻ പഠനമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് ഒരു ജോലിയൊന്നും ശരിയായിട്ടില്ല, അതുകൊണ്ട് ചേട്ടന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതെല്ലാം എല്ലാവരും അംഗീകരിക്കുന്ന വിചാരിച്ചു. അങ്ങനെ എനിക്ക് ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് കുളിച്ച് വീടിന്റെ ടെറസിന്റെ മണ്ടയ്ക്ക് കയറി മുട്ടുകുത്തി നിന്ന് ടെറസിന്റെ മണ്ടയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കും. പക്ഷേ പെന്തക്കോസ്ത് പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ടെന്ന്. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ശബ്ദമുയർത്തി വേണം പ്രാർത്ഥിക്കാൻ എന്ന് ചിന്തിച്ചിരുന്നത് കാരണം ടെറസിന് മുകളിൽ കയറി ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. വീട്ടിൽ ആ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്. ഏറ്റവും മൂത്ത ജ്യേഷ്ഠനും കൂട്ടുകാരനും കൊണ്ട് താഴെ ഇരിക്കുന്നുണ്ട്. മേളിൽ നിന്ന് ഈ ശബ്ദം ഉയർത്തിയുള്ള പ്രാർത്ഥന കേട്ടപ്പോൾ ചേട്ടനും കൂട്ടുകാരനോട് കളിയാക്കി ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് മേളിലേക്ക് ഓടി വന്നു. അവര് കളിയാക്കി ചിരിച്ചുകൊണ്ട് ഓടി വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ലജ്ജ ഫീൽ ചെയ്തു. ഞാൻ അല്പസമയം മിണ്ടാതിരുന്നു. അവർ വന്ന് നോക്കിയിട്ട് ഞാൻ ഇരിക്കുന്നത് കണ്ടിട്ട് അവർ മിണ്ടാതെ ചിരിച്ചുകൊണ്ട് അവർ ഇറങ്ങിപ്പോയി. ഇതിന്റെ ഇടയ്ക്ക് കയറി ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ പോയിരുന്നു. അവർ അന്ന് രാത്രി മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഈ വിഷയം അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞു. അവൻ വിളക്ക് കത്തിക്കുന്നില്ല, അവൻ മുകളിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അച്ഛൻ എന്നെ വിളിപ്പിച്ചു. അച്ഛനെ പേടിയാണ്, ഞങ്ങൾക്ക് 3 പേർക്കും പേടിയാണ്. വിളിപ്പിച്ചതിന് ശേഷം ഞാൻ താഴെ ഇറങ്ങി ചെന്നപ്പോൾ അച്ഛൻ, അമ്മ, 2 ജ്യേഷ്ഠന്മാര്, എൻ്റെ കൂട്ടുകാരൻ, ഇത്രയും പേര് ഇങ്ങനെ റൗണ്ടിലിരിക്കും. എന്നോട് പറഞ്ഞ് നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവരുടെ എല്ലാം മുമ്പിൽ ഞാൻ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ അനേക കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നീ എന്നാ ഇപ്പോ വിളക്ക് കത്തിക്കാത്തത്, നീ എന്നാ ക്ഷേത്രത്തിൽ പോകാത്തത്, എന്താ അതിന്റെ കാര്യം? എല്ലാം ഒന്ന് തന്നെ, ദൈവം എല്ലാം ഒന്ന് തന്നെ. അപ്പൊ ചേട്ടന്മാര് പലത് പറയുന്നു, അമ്മ പറയുന്നു, സുഹൃത്തവൻ മിണ്ടാതിരിക്കുകയാണ്. അച്ഛൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നു, അച്ഛന്റെ അനുഭവങ്ങളിൽ പോയ കാര്യങ്ങളും പെന്തക്കോസ്തിലെ കണ്ട പല കുറ്റങ്ങളും ഒക്കെ പറയുന്നു. ഞങ്ങളുടെ ആ പ്രദേശത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസ്തുകാരായിട്ടുള്ള എൻ്റെ അറിവിൽ അന്ന് അങ്ങനെ ഒരു വേർതിരിവൊന്നും നമുക്കുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെയുള്ളവരെ കണ്ടില്ല. ഒരു ഉപദേശി
ഞങ്ങളുടെ ആ വാതിൽക്കൽ കൂടെ എല്ലാ ദിവസവും പോകുമായിരുന്നു. അദ്ദേഹം ഏത് സഭയുടെ ഉപദേശമാണെന്ന് എനിക്ക് അന്ന് അറിയത്തില്ല. ഞാൻ അന്ന് വളരെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഓർമ്മ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത് ചേട്ടന് ഓടിച്ചെല്ലും, ഞാനും പറഞ്ഞു ഓടിച്ചെല്ലും. എന്താണെന്നറിയത്തില്ല, അദ്ദേഹം ഒരു പേപ്പർ തരും, ഇത് മേടിച്ചോണ്ട് വരും, വായിക്കത്തൊന്നുമില്ല, വീട്ടിൽ ഇരിക്കും. ഇങ്ങനെ ഒരു അനുഭവം മാത്രമേ ഉള്ളൂ പെന്തക്കോസ്തിന്റെ ഒരു അനുഭവം. പക്ഷെ ഇത് വായിച്ചിട്ടുമില്ല, എന്താണെന്നൊന്നും അറിയത്തില്ല ആ സമയം. ഇങ്ങനെ ഒരാളെ അല്ലാതെ അവിടെ നമ്മുടെ ആ പ്രദേശത്ത് തന്നെ ഒരു പെന്തക്കോസ് എന്ന് പറയുന്ന ആരുമില്ല. അപ്പൊ എന്റെ അച്ഛൻ ഇതുപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അവരുടെ കുറ്റങ്ങൾ പറഞ്ഞു, അവർ എന്നാ കല്യാണമാണ് നടത്തുന്നത്, അവരുടെ കല്യാണത്തിന് താലികെട്ടില്ല, ഒരു മോതിരവിടിയിലില്ല, കൈ പിടിച്ചു കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ, എന്താ അതിന്റെ തെളിവ്, ഇതുകൊണ്ട് എന്നാ ഗുണം, ഇങ്ങനെയൊക്കെ ഒത്തിരി ഇതിനകത്തുള്ള കുറ്റങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പം ഇവരെല്ലാം ഇത് പറയുമ്പം എനിക്ക് ആകെ പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സർവശക്തനായ ദൈവം, ഈ ഭൂമിയെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് മനുഷ്യൻ ഒരു വിഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നതിനെ ആരാധിക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഇത്ര വലിയവനായ ദൈവത്തെ നിസാരമായ ഒരു കല്ലിലോ മണ്ണിലോ മരത്തിലോ കുത്തി ഉണ്ടാക്കിയ വിഗ്രഹത്തിൽ ഇരിക്കാൻ പറ്റുമോ? ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ അറിയാവുന്നത്. അല്ലാതെ ഇതിന്റെ അപ്പുറം വേറെ ഒന്നും എനിക്കറിയില്ല. അപ്പൊ അച്ഛൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം, എടാ, ക്രിസ്തുവും കൃഷ്ണനും ഒന്നാണ്. എന്താന്ന് ചോദിച്ചാൽ ഇവരെല്ലാം ദൈവത്തിന്റെ അവതാരങ്ങൾ. കൃഷ്ണൻ ഇന്ത്യയിൽ ദ്വാരകയിൽ ജനിച്ചു, ക്രിസ്തു ഇസ്രായേൽ ജനിച്ചു. അത് ഓരോ ദേശങ്ങളിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം തന്നെ ദൈവത്തിന്റെ അവതാരങ്ങൾ. വിഷ്ണുവിന് 10 അവതാരം ഉള്ളതുപോലെ തന്നെ ദൈവത്തിന്റെ ഒരു അവതാരമാണ് ക്രിസ്തു. അല്ലാതെ ഇതിനകത്ത് വേറെ വ്യത്യാസമില്ല. ഇവരെല്ലാം അവതാര പുരുഷന്മാരാണ്. ഈ ഒരു വാക്ക് ഹൃദയത്തിലേക്ക് ആഞ്ഞു പതിച്ചത്. ക്രിസ്തുവും കൃഷ്ണനും ഒന്നാന്നുള്ള ഒരു കാഴ്ചപ്പാട് അല്ല, അവര് ദൈവത്തിന്റെ അവതാരങ്ങളെന്ന് ഒരേ തലത്തിലുള്ള അവതാരങ്ങളാണെന്നുള്ള കാഴ്ചപ്പാട് എന്റെ ഉള്ളിലേക്ക്. ഞാൻ മിണ്ടാതെ ഇരുന്നു. ഈ സംസാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അവര് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ്. എന്നോട് ചോദിച്ചു, നീ വരുന്നോന്ന് ചോദിച്ചു. ഞാൻ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഓർമ്മ ചെന്ന്, കൃഷ്ണന്റെ ക്ഷേത്രമാണത്. ഞാൻ അവിടെ ചെന്നു നെടുമ്പാട വീണ് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ തെറ്റ് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം തിരികെ വന്നു. പിന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ കോളേജ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വീണ്ടും തിരിച്ച് കോളേജിലേക്ക് വരുന്നു. തിരിച്ച് കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ക്ഷേത്രത്തിൽ പോകും, പിന്നെ റൂമിൽ വിളക്ക് കത്തിക്കും, ചർച്ചിൽ പോകുന്നില്ല. പക്ഷെ എന്താണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്, എന്റെ വീട്ടിലെ ആർക്കും ഇഷ്ടമല്ല ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി വരുന്നില്ല. എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, വേറെ എന്നോട് ചോദിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. അങ്ങനെ ഇരിക്കെ എന്റെ അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് അവിടെ താമസമാണ്. നീ ആ ചർച്ചിന്റെ അടുക്കൽ നിൽക്കുന്നത് കൊണ്ടാണ് വലിയ പ്രശ്നം. അവര് നിന്നെ പിന്നെ വലിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ അവിടെ താമസമാണ്. ഞാൻ അവിടുന്ന് താമസം മാറാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി. ഞാനും ഈ ഹേമരാജ് ഭണ്ഡാരിയും ഞങ്ങള് ഒറ്റയ്ക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ നോക്കി. കുറെ അന്വേഷണം നടത്തി. ചിലയിടത്ത് വാടക കൂടുതലായിരിക്കും, അപ്പം റൂം നല്ലതായിരിക്കും. ചിലയിടത്ത് വാടക കുറവായിരിക്കും, അപ്പൊ റൂം ഒട്ടും കൊള്ളത്തില്ല. ഞങ്ങൾക്ക് താല്പര്യമായതൊന്നും കണ്ടെത്തിയില്ല. അങ്ങനെ ദീർഘ ദിവസങ്ങളുടെ പരിശ്രമത്തിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിനടുത്തായിട്ട് ഒരു ലോഡ്ജ് മുറി, സജി ലോഡ്ജ് എന്നാണ്, വളരെ പഴക്കം ചെന്ന ഒരു കെട്ടിടമാണ്. അപ്പൊ തന്നെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുള്ള സാധാരണപ്പെട്ട ജോലിക്കാർ, തട്ടുകടയിലുള്ളവരും പിന്നെ അങ്ങനെ ഉള്ള സാധാരണപ്പെട്ട ജോലിക്കാരൊക്കെ താമസിക്കുന്ന ഒരു ലോഡ്ജാണ്. സിംഗിൾ മുറി ആയിട്ട് അവിടെ കിട്ടും. അന്ന് 450 രൂപ ആണ് വാടക ഒരു മുറിക്ക്. ഫുഡില്ല, കട്ടില്, ഒരു ഡെസ്ക്, ഒരു പിന്നെ സ്റ്റൂള്, ഇത്ര സൗകര്യം. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പം 500 രൂപ വാടക ചോദിച്ചു. എല്ലാവർക്കും 450 കൊടുത്ത് ഞങ്ങളോട് 500 രൂപ ചോദിച്ചു. അപ്പൊ അത് 500 രൂപ ആയതുകൊണ്ട് വേണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങൾ തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് മുമ്പേ അവിടെ വിശ്വാസത്തിൽ വന്നിരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗിന് പഠനത്തിന് വേണ്ടിയിട്ട് വന്നിട്ട് അതിൽ അദ്ദേഹം
അതിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന വിനയ് എന്ന് പേരുള്ളൊരു തിരുവനന്തപുരക്കാരൻ. വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനായി ഒരു ചെറുപ്പക്കാരനാണ്. നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്റെ കൂട്ടത്തിൽ വന്ന ഈ ഹേംരാജ് നിരന്തരം പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട് ചർച്ചില്. ഹേംരാജ് ഈ വിനയോട് പറഞ്ഞു, ഞങ്ങൾ അവിടെ മുറി അന്വേഷിച്ചിരുന്നു, പക്ഷെ വാടക കൂടുതൽ 500 രൂപ ചോദിച്ചു, അതുകൊണ്ട് ഞങ്ങൾ അവിടെ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ വിനയ് പറഞ്ഞു, വിനയ് അവിടെ താമസിക്കുന്നു, വിനയ് പറഞ്ഞു, നിങ്ങൾ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, ഞാനത് ശരിയാക്കി തന്നേനല്ലോ എന്ന് പറഞ്ഞിട്ട് വിനയ് ചെന്ന് ഈ അതിന്റെ ഓണറോട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ വീട് ഞങ്ങൾക്ക് 450 രൂപയ്ക്ക് 2 മുറി, ഒരു മുറി എനിക്കും ഒരു മുറി ഹേംരാജിനുമായിട്ടാണ് 2 മുറി ഞങ്ങൾ. അങ്ങനെ ഞങ്ങള് അവിടേക്ക് താമസം മാറി. അപ്പം വീട്ടുകാർക്ക് സന്തോഷമായി. എന്തായാലും ചർച്ചിന്റെ അടുക്കൽ നിന്ന് അവൻ മാറി, അല്ലെങ്കിൽ അവൻ വീണ്ടും പോയത്. പക്ഷേ അതിനകത്തൊരു വലിയ പ്രത്യേകത, ദൈവത്തിന്റെ ഒരു വലിയ ഡയറക്ഷൻ അതിനകത്തുണ്ട്. കാരണം ഈ ആത്മചൈതന്യ ദൈവസഭയുടെ ഒരു അടുത്ത ഒരു പ്രവർത്തനം, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികളായിട്ടുള്ളവർക്ക്, ഇങ്ങനെയുള്ളവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത് തന്നെ ആത്മചൈതന്യ ആശ്വാസ ഭവൻ എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ആത്മചൈതന്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഫൗണ്ടർ ആയിരിക്കുന്ന പാസ്റ്റർ MC ജോസഫ്, അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു ചില ദൈവദാസന്മാർ, ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങി ശുശ്രൂഷ പഠിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ദൈവദാസന്മാര്, അവരും ഈ ആശ്വാസമല്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് പ്രാർത്ഥനയ്ക്കും മറ്റു ശുശ്രൂഷകൾക്കും വേണ്ടിയിട്ട് മാത്രം ഈ ദൈവദാസന്മാർ ചർച്ചിലേക്ക് പോവുകയും ബാക്കിയുള്ള ഫുൾ ടൈമിൽ ഇവര് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മീയ ആശ്വാസമുണ്ട്. ഞങ്ങൾ താമസിക്കുന്നതിന്റെ ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ് മാറി ആണ് ഈ പ്രവർത്തനം. ദൈവം അവിടെ നിന്ന്, ഞങ്ങൾ അവിടെ നിന്ന് മാറിയെങ്കിലും ഞങ്ങളെ മാറ്റി ഇവിടെ കൊണ്ടുവന്നത് ഈ ആശ്വാസത്തിന്റെ തൊട്ടടുത്ത്. അങ്ങനെ പക്ഷെ ഞാനിത് വീട്ടിലാർക്കും പറഞ്ഞില്ല, ആശ്വാസത്തിന്റെ തൊട്ടടുത്താണെന്നൊന്നും പറഞ്ഞില്ല. എന്തായാലും ഞങ്ങൾ അവിടെ താമസിച്ചു. എങ്കിലും ഞാൻ ക്ഷേത്രത്തിൽ പോവുക, എല്ലാ ദിവസവും വൈകിട്ട് വിളക്ക് കത്തിക്കുക, ഇതെല്ലാം തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ പതിവ് പോലെ റൂമിൽ വിളക്ക് കത്തിച്ച് ശേഷം അർപ്പൂക്കര അമ്പലത്തിലേക്ക് കുറച്ച് ദൂരം ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പിന്നെ പോകുന്നത് നിർത്തി. എല്ലാ ശനിയാഴ്ചയും പോകും. അപ്പൊ ചില ശനിയാഴ്ചകളിൽ ഞാൻ തിരുനക്കര ക്ഷേത്രത്തിലായിരിക്കും, ചിലപ്പോ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലായിരിക്കും. അങ്ങനെ തുടർമാനമായി പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വിളക്ക് കത്തിച്ച് ഭഗവത്ഗീത ഞാൻ വായിച്ചുകൊണ്ടിരുന്നു. തുടർമാനമായിട്ട് ഓരോ ദിവസം ഓരോ പേജുകൾ വെച്ച് വായിച്ച് മുമ്പോട്ടിരിക്കുന്നു. ഒരു ദിവസം, അന്നത്തെ ദിവസം ഞാൻ വിളക്ക് കത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കുരുക്ഷേത്ര യുദ്ധത്തിൽ കൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ഉപദേശമാണ് ഗീതോപദേശം. അവിടെ പറയുന്ന ഒരു കാര്യം, വൃക്ഷങ്ങളിൽ അരയാലിലും മനുഷ്യരിൽ പുരുഷനിലും മൃഗങ്ങളിൽ സിംഹത്തിലും സപ്തർഷികളിൽ ബൃഹസ്പതിയിലും രുദ്രന്മാരിൽ ശിവനിലും മുനിമാരിൽ വ്യാസനിലും ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പൊ ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് വീണ്ടും ആരോ അത് റിപ്പീറ്റ് വായിക്കുന്ന എന്നോട് ഇങ്ങനെ അകത്തുനിന്ന് ആരോ പറയുന്നത്. അപ്പൊ ഞാൻ വീണ്ടും വായിച്ചു. അപ്പം ഈ ശ്രേഷ്ഠമേറിയ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വൃക്ഷങ്ങളിൽ അതിന്റെ പുരാണപ്രകാരം അരയാലിനാണ് ശ്രേഷ്ഠത, അതുകൊണ്ട് അതില് മനുഷ്യരിൽ പുരുഷനാണ്, മൃഗങ്ങളിൽ സിദ്ധത്തിനാണ്, പിന്നെ സപ്തർഷികളിൽ ബൃഹസ്പതിക്കാണ്, ദേവന്മാരില് ഇന്ദ്രനാണ്, രുദ്രന്മാരിൽ ശിവനാണ്, പിന്നെ അതുപോലെ തന്നെ മുനിമാരിൽ വ്യാസനില് ഞാനുണ്ട് എന്ന് പറയുന്ന ഈ തലം ഇങ്ങനെ പലവട്ടം ആവർത്തി എനിക്ക് തുടർന്ന് അങ്ങോട്ട് വായിക്കാൻ പറ്റുന്നില്ല. ഇത് പിന്നെ റിപ്പീറ്റ് വായിക്കാൻ ഇങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ ആരോട് പറഞ്ഞാൽ അത് പലവട്ടം വായിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക, സ്റ്റക്കായിട്ടിരിക്കുക. പെട്ടെന്ന് എന്നോട് ആരാണ്ട് പറയുന്നത്, ഇതിന്റെ ആദ്യ പേജ് എടുത്ത് വായിച്ചു. ഞാനിത് ആദ്യ പേജ് എടുത്ത് വായിച്ചു. ആദ്യ പേജ് എടുത്ത് വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയേക്കുന്നത്, കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ കൊട്ടാരത്തിലിരിക്കുന്ന കണ്ണ് കാണാത്ത ധൃതരാഷ്ട്രർക്ക് കുരുക്ഷേത്ര യുദ്ധത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ജ്ഞാന കണ്ണാൽ കണ്ടിട്ട് ഇത് ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വ്യാസൻ. അതുകൊണ്ട് ഈ വ്യാസനാണ് ഈ ഗീതോപദേശം എഴുതിയേക്കുന്നത്.
അപ്പോ ഇത് വ്യാസനാണ് എഴുതിയേക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് എന്നോട് പറയുകയാണ്, ഇനി നീ ആദ്യം വായിച്ചത് വായിക്കും. ഞാൻ ആദ്യം വായിച്ചത് പിന്നെ തുടർമാനം വായിച്ചു വന്നപ്പോൾ അവസാനം വരുമ്പോൾ എഴുതിയേക്കുന്ന മുനിമാരിൽ വ്യാസൻ വില്ല. പെട്ടെന്ന് എന്റെ ഉള്ളിലേക്ക് ഒരു ഇടുത്തി വന്ന് വീഴുന്ന പോലെ വീണിട്ട് ഒരു ചോദ്യം, ദൈവത്തിന്റെ പുസ്തകത്തിൽ സ്വയം ഞാനെന്നുള്ള ഭാവം എങ്ങനെ വരും? എഴുതിയിരിക്കുന്ന ആള് തന്നെ പറയുകയാണ് ശ്രേഷ്ഠൻ ഞാനാണ് എന്ന് പറഞ്ഞാൽ, മുനിമാരിൽ ശ്രേഷ്ഠൻ ഞാനാണ്, അതുകൊണ്ട് എന്നിൽ വിഷ്ണു വസിക്കുന്നു. ബാക്കിയുള്ള എല്ലാം ഓരോ ശ്രേഷ്ഠ കാര്യങ്ങളുടെ കാര്യം പറഞ്ഞു വന്നിട്ട് മുനിമാരിൽ ശ്രേഷ്ഠൻ ഞാനാണെന്ന് സ്വയം പറയുന്നു. ഈ ഒരു ചിന്ത എന്നിൽ വന്നിട്ട് സ്വയം അഹം എന്ന ആ ഒരു കാര്യം, ഞാനാണെന്നുള്ള ഒരു കാര്യം സ്വയം പുകഴ്ത്തണമെങ്കിൽ അതൊരിക്കലും ദൈവിക പുസ്തകമാകുകയില്ലെന്നുള്ള രീതിയിൽ എന്നെ ഇങ്ങനെ വല്ലാതെ ഇത് ബാധിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ റൂമിന്റെ വാതിൽക്കൽ വന്ന് മുട്ട് വിളിക്കുക. എന്റെ സുഹൃത്തായ ഹേംരാജാണ് മുട്ട് വിളിക്കുന്നത്. ഞാൻ വാതിൽ തുറന്നു കഴിഞ്ഞപ്പം ഹേംരാജ് എന്നോട് പറഞ്ഞു, ഇവനെ ആശ്വാസ ഭവനിൽ നൗഫൽ എന്ന് പറയുന്ന വയനാട് ഉള്ള സുൽത്താൻ ബത്തേരിയിലുള്ള നൗഫൽ, അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു സഹോദരനാണ്, അദ്ദേഹം ആശ്വാസ ഭവനിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അദ്ദേഹത്തെ ഇസ്ലാമിൽ നിന്ന് വന്നതായിട്ട് അദ്ദേഹത്തെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചില നാളുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഇവിടെ ഇല്ലാതെ കാരണം കാണാൻ അന്നൊന്നും പറ്റിയില്ല. അദ്ദേഹം വന്നു എന്നുള്ള അറിവ് കിട്ടിയപ്പോൾ ഈ സുഹൃത്തിന്റെ അടുക്കൽ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കും അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹം. പക്ഷെ ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ സുവിശേഷം പറയും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. പെട്ടെന്ന് ഹേംരാജ് എന്നോട് പറഞ്ഞു, അത് സാരില്ല ബിബിനെ, ഞാൻ അവരോട് പറയാം, നിന്നോട് സുവിശേഷം പറയണ്ട എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പോ ഇദ്ദേഹം ഈ നിർബന്ധിക്ക് എനിക്ക് കാണാനുള്ള ആഗ്രഹവും ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഞാൻ സ്ട്രൈക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ചർച്ചയിൽ പോയിട്ടില്ല, യാതൊരു കണക്ഷനും ഇല്ല. അന്ന് ഞാൻ ആദ്യമായിട്ട് വീണ്ടും പോവുകയാണ് ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി. അങ്ങനെ ഞാൻ ഈ ആശ്വാസഭവനിൽ ചെന്നു. ആശ്വാസഭവനിൽ ഞാനും കേന്ദ്രയോടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ നൗഫൽ വന്നതിന്റെ ക്ഷീണത്തിൽ അദ്ദേഹം ഒരു മുറിക്കകത്ത് കിടക്കുന്ന കാരണം എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റാത്ത കാരണം അദ്ദേഹം ഉണരുന്ന വരെ വെയിറ്റ് ചെയ്ത് ഞാനും എന്തായാലും ഇവിടെ ഇരിക്കുമ്പോൾ ഈ ചർച്ചിലെ മറ്റ് ശുശ്രൂഷകന്മാരായിരിക്കുന്ന അവരെല്ലാം കൂടെ ഞങ്ങളുടെ വട്ടം കൂടിയിരുന്നുണ്ട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ബിബിനെ, നീ പഠിക്ക കൊണ്ടുവന്ന് കുട ഉടച്ച് കളഞ്ഞല്ലോ, ഇത്രയും പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് നീ പിന്നെ കളഞ്ഞല്ലോ, എല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് ഇവരിങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തു. കാരണം എന്റെ ഉള്ളിലെ എന്റെ അച്ഛൻ പറഞ്ഞ വാക്ക്, കൃഷ്ണനും ക്രിസ്തു ഒന്നാണെന്നുള്ള ഒരു വാക്ക് എന്റെ ഉള്ളിൽ നിൽക്കുകയും ഞാൻ ഈ വിഷയം ആരോടും പറഞ്ഞിട്ടില്ല. ഇത് നിൽക്കുന്ന കാരണം ഇവർ പറയുന്ന ഒന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ ഈ കേട്ടോണ്ടിരിക്കുന്ന അല്ലാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന അല്ലാതെ ഒന്നും. അപ്പോ ഈ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, വിനയ് എന്ന് പറഞ്ഞൊരു സഹോദരൻ, അദ്ദേഹം ഇരിപ്പുണ്ട്. അദ്ദേഹം ഭയങ്കര പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം മേളത്തെ നിലയിലാണ്, വെളിയിലേക്ക് നോക്കിയിരിക്കുക. ഞങ്ങൾ അദ്ദേഹത്തിന് തൊട്ടടുത്ത് തന്നെ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നോട് ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ കേട്ടോണ്ടിരിക്കുന്ന അല്ലാതെ ഒന്നും അംഗീകരിക്കും. ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ വിനയ് പെട്ടെന്ന് ഞങ്ങളുടെ നേരെ തിരിഞ്ഞിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദേവദാസന്മാരോട് പറഞ്ഞു, ബ്രദറെ, അദ്ദേഹത്തോട് നിങ്ങൾ ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന ചിന്ത കൃഷ്ണനും ക്രിസ്തു ഒന്നാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലാത്ത രഹസ്യം. ഞാൻ തുടർന്ന് പ്രാർത്ഥനയ്ക്ക് പോകാതെ ഇരിക്കാൻ എന്റെ ഈ ഒരു ചിന്തയാണ് പോകാതിരുന്നതും ഇത് കാരണം. ആരോടും പറഞ്ഞിട്ടില്ലാത്ത ഈ രഹസ്യം ഇദ്ദേഹം പറയുകയും ഞാൻ പറഞ്ഞു കറക്റ്റ്, അതാണ് എന്റെ ചിന്ത. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ ചിന്ത കാരണമാണ് ഇപ്പൊ ഇവര് പറയുന്ന ഒന്നും ഉള്ളിലേക്ക് കയറാം. പെട്ടെന്ന് എന്റെ ഉള്ളിൽ വന്നു, ഹൃദയത്തിൽ ചിന്തിക്കുന്ന കാര്യം പോലും പുറത്ത് വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവവും. അതെന്റെ വിശ്വാസം അതിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്ന തരത്തിലേക്കായി. ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ അത് കേട്ടു. കാരണം എന്റെ ഉള്ളിലെ ചിന്ത പറഞ്ഞപ്പോൾ എന്തോ ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊട്ടിച്ചു വിടുന്ന പോലെ അങ്ങ് പൊട്ടിച്ചു വിടുകയായിരുന്നു. അതുകൊണ്ട് തുടർന്ന് പറഞ്ഞ സുവിശേഷം എനിക്ക് എന്റെ ഉള്ളിലേക്ക് കയറി. ശേഷം അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് വട്ടത്തിൽ, എല്ലാ ദിവസവും സന്ധ്യക്കുള്ള പ്രാർത്ഥനയാണ് അവിടെ. ഒരു 10-15 പേരോളം ഉണ്ടായിരുന്നു. വട്ടത്തിൽ ഇരുന്നു. ഞാനും അവരുടെ കൂട്ടത്തിൽ പോയിരുന്നു. കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എന്റെ ചോദ്യം ഇതാണ്, യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ട്. ഹിന്ദുക്കൾ പറയുന്ന അവിടെ ദൈവം, ക്രിസ്ത്യാനികൾ പറയുന്ന ഇവിടെ ദൈവം, മുസ്ലിങ്ങൾ പറയുന്ന ഇവിടെ ദൈവം.
എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവര് പറയുന്നു ദൈവം സംസാരിക്കും. അതിനൊരു വലിയ തെളിവാണ് എന്റെ ഹൃദയത്തിൽ ഇരുന്ന സംഭവം പോലും ആരോട് ഞാൻ പറയാതിരുന്ന രഹസ്യം ഇവര് പറയാം. അപ്പൊ എന്റെ ചോദ്യം, യഥാർത്ഥത്തിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് എന്നോട് സംസാരിക്കും. ഇന്ന് എന്നോട് സംസാരിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അവരുടെ കൂട്ടത്തിരിക്കുക. എന്റെ ചോദ്യം ഇതാണ്, യഥാർത്ഥത്തിൽ ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കും. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവം എന്നോട് സംസാരിക്കാൻ മാത്രം ഞാൻ അത്രയ്ക്ക് വിശുദ്ധനുമാണ്, അത്രയ്ക്ക് പെർഫെക്റ്റും അല്ല. അപ്പൊ എന്നോട് ദൈവം സംസാരിക്കാൻ സാധ്യതയില്ല. കാരണം ഇവരെല്ലാം പ്രാർത്ഥനയിൽ ഒരുങ്ങി നിൽക്കുന്നത് കൊണ്ട് ദൈവം ഇവരോട് സംസാരിക്കും, ദൈവം എന്നോട് സംസാരിക്കും. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, എന്നോട് സംസാരിച്ചില്ലെങ്കിലും ഈ കൂട്ടത്തിലിരിക്കുന്ന ആരോടെങ്കിലും എന്നെ കുറിച്ച് സംസാരിക്കും. അന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞു. ഏകദേശം 7:30 ആയപ്പോഴത്തേക്കിന് 7:30 മണിയായപ്പോ പ്രാർത്ഥന കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞ് ഞാനിങ്ങനെ ഓരോരുത്തരെയും മുഖത്ത് നോക്കുക, ഇവരെന്തെങ്കിലും എന്നെ കുറിച്ച് പറയുന്നു. അപ്പം ആ നൗഫൽ എന്ന് പറഞ്ഞ ആള്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുകയാണ്, ഇന്നാണ് അദ്ദേഹം അവിടെ വരുന്നത്. ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ബ്രദറിന്റെ പേരെന്താ? ഞാൻ പറഞ്ഞു ബിബിൻ. വീട് എവിടെ? ചെങ്ങന്നൂർ. ഇവിടെ ഞാൻ SME പഠിക്കാനൊക്കെ. ബ്രദർ കേരളത്തിന് വെളിയിൽ പോയിട്ടുണ്ട്? ഞാൻ പറഞ്ഞുണ്ട്. ഡൽഹിയിൽ പോയിട്ടുണ്ട്? ഞാൻ പറഞ്ഞുണ്ട്. ആഗ്ര പോയിട്ടുണ്ട്? ഞാൻ പറഞ്ഞുണ്ട്. താജ്മഹലിൽ പോയിട്ടുണ്ട്? ഞാൻ പറഞ്ഞുണ്ട്. ദൈവം എന്നെ കാണിക്കുന്നു താജ്മഹൽ. എന്നിട്ട് അതിന്റെ മുമ്പിൽ ബ്രദർ നിൽക്കുന്നതായിട്ടാ കാണും. എന്നിട്ട് ദൈവം എന്നോട് പറയുന്നു, ഇവനെ ഞാൻ അന്നേ കണ്ടിരുന്നു. ഞാൻ അങ്ങ് തകർന്നു. കാരണം എനിക്കൊരു 3, 3.5, 4 വയസ്സുള്ള സമയത്താണ് ഞാൻ ഈ പറഞ്ഞത്. എന്റെ അച്ഛൻ അദ്ദേഹത്തിന് പോസ്റ്റിംഗ് ആയിട്ട് ഡൽഹിയിലേക്ക് വരുമ്പോൾ, അങ്ങനെ എന്റെ കുഞ്ഞുപ്രായത്തിൽ അമ്മയും എന്റെ സഹോദരങ്ങളുമായിട്ട് ആ പ്രായത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ഡൽഹിയിലെ ചെറിയ ചെറിയ ചില ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. താജ്മഹലിൽ പോയ ഓർമ്മയുണ്ട്, പിന്നെ പരേഡ് കാണാനായിട്ട് പോയ ഓർമ്മയുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ചില ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം പറയുമ്പോ അന്നേ ദൈവം നിന്നെ കണ്ടിരുന്നു എന്ന് ദൈവം എന്നോട് സംസാരിക്കാൻ ഞാൻ അങ്ങ് കരഞ്ഞ് തകർന്നു. കാരണം 10, 18, 20 വർഷത്തോളം ക്ഷേത്രങ്ങളിലൊക്കെ പോയി നേർച്ചകളും വഴിപാടുകളും, ശബരിമലയിൽ 3 പ്രാവശ്യം പോയി, പിന്നെ മറ്റ് ഇത്യാദി എല്ലായിടങ്ങളിലും പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ടും ഒരാൾ പോലും ഇന്ന് വരെ അവിടെ നിന്ന്, മകനെ നിന്നെ ഞാൻ അറിയുന്നു, നിന്റെ അവസ്ഥകൾ ഞാൻ അറിയുന്നു, നിന്റെ വേദന ഞാൻ അറിയുന്നു, നിന്റെ പ്രയാസം ഞാൻ അറിയുന്നു, സാരമില്ല, ഞാൻ ഇതിനെല്ലാം മറുപടി തരാമെന്ന് ഒരാൾ പോലും പറഞ്ഞു. പക്ഷേ ഇവിടെ ഞാൻ വന്ന് ഈ ചോദ്യത്തിന് മുമ്പിൽ, നിന്നെ ഞാൻ അന്നേ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ, കുഞ്ഞുപ്രായം മുതൽ തന്നെ എന്നെ കണ്ടിരുന്നോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ന് രാത്രി മുഴുവൻ ഞാൻ ഏറെ കരഞ്ഞു. സത്യത്തിൽ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം എന്നെ കണ്ടു അറിഞ്ഞു എന്ന് പറയുന്നതിനേക്കാളും അപ്പുറം വലിയ ഭാഗ്യം തന്നെ. രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു. ശരിക്കും പറഞ്ഞത് രാത്രി മുഴുവൻ കരഞ്ഞു. പിറ്റേ ദിവസമൊക്കെ അപ്പോൾ കരഞ്ഞ് എന്റെ മുഖമെല്ലാം വീങ്ങി അതേ അളവിൽ ഞാൻ കരഞ്ഞു. തുടർന്ന് എന്നെ അറിയുന്നൊരു ദൈവം. പിന്നത്തേതിൽ ഞാൻ പഴയതുപോലെ ക്ഷേത്രത്തിൽ പോകുന്നില്ല, വിളക്ക് കത്തിക്കുന്നില്ല. നമ്മോട് ഇങ്ങോട്ട് സംസാരിക്കുന്ന ഒരു ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞപ്പോ, അറിഞ്ഞു കഴിഞ്ഞപ്പോ, പിന്നെ പഴയ പരിപാടികളെല്ലാം വിട്ടു ഞാൻ വീണ്ടും പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. അപ്പൊ തന്നെ ബൈബിൾ വായിക്കാനുള്ള ഒരു വലിയ പ്രേരണ എനിക്ക് വരാൻ തുടങ്ങി. വലിയ പ്രേരണ വന്നിട്ട് കോളേജിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉടനെ ഇരുന്ന് ബൈബിൾ വായിക്കുക, എപ്പം ഒരു മിനിറ്റ് കിട്ടിയാൽ അന്നേരം ഇരുന്ന് ബൈബിൾ വായിക്കുക. അങ്ങനെ തുടർന്നുള്ള ദിവസങ്ങളിൽ അതിവേഗം പുതിയ നിയമം ഞാൻ വായിക്കുകയും അതിനകത്ത് പല കാര്യങ്ങൾ കർത്താവ് എനിക്ക് എന്നോട് സംസാരിച്ച് ബോധ്യപ്പെടുത്തരികയും ചെയ്തു കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകമൊക്കെ വായിച്ച് ഞാൻ ഭയപ്പെട്ടു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണോ എന്നൊക്കെ ഓർത്ത് അന്ന് ഞാൻ ഭയപ്പെടുക വരെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ രണ്ടാമത്തെ എക്സ്പീരിയൻസ് ദൈവം സംസാരിക്കും. കൂടുതൽ പ്രാർത്ഥനയിലൊക്കെ വന്ന് വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ദിവസം എന്റെ റൂമില് രാത്രി 12 മണിയായി, പഠനമെല്ലാം കഴിഞ്ഞ ശേഷം എന്റെ ബൈബിൾ തുറന്നു വെച്ച് നിലത്ത് മുട്ടുകുത്തിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരല്പസമയം കഴിഞ്ഞപ്പോ പെട്ടെന്ന് പുറത്തു നിന്ന് ഒരു പൂച്ചയുടെ കരച്ചിൽ.
ഞാൻ നിസ്സാരമായി പൂച്ച കരയുകയാണല്ലോ ചിന്തിച്ചു. ഒരല്പം കഴിഞ്ഞപ്പോൾ ആ പൂച്ചയുടെ സൗണ്ട് ഒരല്പം പാസ്സായി ഇങ്ങനെ മുഴങ്ങി വരുന്ന രീതിയിൽ. അപ്പൊ എന്നോട് അതിനു മുമ്പ് തന്നെ ഇങ്ങനെ പലരും വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോൾ തടസ്സം ചെയ്യാൻ വരും, പിശാചിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഒരല്പം പേടി അതിനു മുമ്പേ ഓൾറെഡി എനിക്കുണ്ട്. അങ്ങനെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഇത് കേട്ടും കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് പേടിയായി നല്ല രീതിയിൽ പേടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ബൈബിളൊക്കെ അടച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ തടസ്സമായി വന്നതാണ്, പേടിപ്പിക്കാൻ വന്നതാണ് വെച്ച് ബൈബിളെല്ലാം അടച്ചു വെച്ച് ഞാൻ മിണ്ടാതെ ഇരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഡോറ് തുറന്നു നോക്കി, ഒന്നും കണ്ടില്ല. ഞാൻ പിന്നെയും വാതിലടച്ചു, ഞാൻ പ്രാർത്ഥിച്ചില്ല. പക്ഷെ ആ ഒരു ഭയം എന്നെ തട്ടിയിട്ട് പിറ്റേ ദിവസം ആയപ്പോൾ ഒരു ചെറിയ രീതിയിൽ ബോഡി പെയിൻ പോലെയോ പനിയുടെ ഒരു ചെറിയ പ്രയാസം പോലെയൊക്കെ ഇങ്ങനെ ബാധിച്ചു. അന്നത്തെ ദിവസം ഇതുപോലെ ഞാൻ ഈ വിഷയം ആരോടും പറഞ്ഞിട്ടില്ല. പഴയ പോലെ പ്രാർത്ഥനയ്ക്ക് ഈ ആശ്വാസവനിൽ ചെന്നിരുന്നു. ഞാനും അവരുടെ കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അക്കൂട്ടത്തിൽ അന്നുണ്ടായിരുന്ന ജോബി എന്ന് പറഞ്ഞൊരു കർത്താനദാസൻ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്കൊരു വാക്യം കാണിച്ചു തന്നു. 2 തിമോഥെയോസ് 1:7 സ്വതന്ത്രം. ഈ വാക്യം കാണിച്ചു തന്നു. ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്ത് തുറന്നു നോക്കിയപ്പോ എഴുതിയേക്കുന്നതാണ്, വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഉള്ളിൽ ഭയന്നപ്പോൾ, പേടിച്ചപ്പോൾ അത് കണ്ടിട്ട് നേരിട്ട് നമ്മളോട് ദൈവം സംസാരിക്കുക. വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല തന്നത്, ശക്തിയുടെ സ്നേഹത്തിന്റെ സുബോധത്തിന്റെ ആത്മാവിനെ. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത്രത്തോളം നമ്മളോട് അടുത്തു വന്ന് സംസാരിക്കുന്ന, നമ്മുടെ ഓരോ ചലനങ്ങളും കണ്ടറിഞ്ഞ് സംസാരിക്കുന്ന ഒരു ദൈവവും. അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ എനിക്ക് കൂടുതൽ വിശ്വാസം കൂടാനാണ് ഇടയായി. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഇടങ്ങളിലൊന്നും ആരും ഒന്നും നമ്മളെ സാഹചര്യങ്ങൾക്ക് അവസ്ഥകൾക്കനുസരിച്ചും ഒരു ദൈവങ്ങളും സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇത് നമ്മുടെ ഓരോ മൂവ്മെന്റുകൾക്കനുസരിച്ച് സംസാരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ആ ദൈവത്തോട് സ്നേഹം. കാരണം എന്റെ ഒരു ഭയം പോലും, നിസാരമായ ഒരു ഭയം പോലും വളരെ കൃത്യമായിട്ട് അറിഞ്ഞ് നമ്മളെ സംസാരിച്ച് ബലപ്പെടുത്തുന്ന ദൈവം. വീണ്ടും അങ്ങനെ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടു. അങ്ങനെ തുടർന്ന് ഏകദേശം 2003 ഞാൻ ജ്ഞാനം ഏൽക്കുന്നു. ഞാൻ ദൈവത്തിലേക്ക് കൂടുതൽ അടുത്ത് വരുന്നു. ദൈവവചനം വായിപ്പിച്ചു, വചനത്തിലൂടെ ദൈവം എന്നെ ഉറപ്പിച്ചു. ഒരിക്കലും ഇനി പിന്മാറാത്ത രീതിയിൽ വചനത്തിൽ ദൈവം എനിക്ക് ഉറപ്പ് തന്നു. വചനത്തിലൂടെ ദൈവം എന്നെ ഉറപ്പിച്ചു. ഈ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞ് പിന്നത്തേതിൽ ഇതുപോലെ ഒരു പൂജയുടെ ഹോളിഡേയാണ്. പൂജ ഹോളിഡേ വന്ന് കോളേജിന് അവധിയായി. ഇതിനു മുമ്പായിട്ട് തന്നെ ദൈവം എന്നെ അങ്ങ് ഉറപ്പിച്ചു. ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നു, പറഞ്ഞ പോലെ വിളക്ക് കത്തിക്കുന്നില്ല, ക്ഷേത്രത്തിൽ പോകുന്നില്ല. അവര് അത് നോട്ട് ചെയ്തു. വീട്ടിലെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ നോട്ട് ചെയ്തു. ശേഷം പൂജയ്ക്ക് പുസ്തകം വെക്കുന്നതിന്റെ അന്ന് വൈകിട്ട് എല്ലാവരും പൂജയ്ക്ക് വെച്ച, ചേട്ടന്മാരൊക്കെ പുസ്തകങ്ങളൊക്കെ പൂജയ്ക്ക് വെച്ചു, ഞാൻ പൂജയ്ക്ക് വെച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോ അച്ഛൻ എന്നോട് ചോദിച്ചു, നീ പുസ്തകം പൂജയ്ക്ക് വെച്ചില്ലേ? ഞാൻ പറഞ്ഞില്ല. പെട്ടെന്ന് ഏറ്റവും മൂത്ത ചേട്ടൻ എന്നിട്ട് പറഞ്ഞ്, അവന്റെ പുസ്തകം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ പുസ്തകം ഞാൻ അറിയാതെ ജ്യേഷ്ഠൻ എടുത്തു. തൊട്ടടുത്ത ദിവസം രാവിലെ വീട്ടിൽ ആരും ഇല്ലാത്ത അന്തരീക്ഷത്തിൽ ഞാൻ ആ പുസ്തകം എടുത്ത്, എന്റെ പുസ്തകം എടുത്തിട്ട് അതിനകത്ത് പൂവെല്ലാം കൂടെ താഴെ കിടന്നു. എന്നിട്ട് ഞാൻ ആ പുസ്തകം എടുത്ത് എന്റെ ബാഗിൽ. അടുത്ത ദിവസം പുസ്തകം പൂജ എടുക്കുന്ന ദിവസത്തിലേക്ക് വരിക. അന്ന് രാവിലെ എഴുന്നേറ്റം മുതൽ വീട്ടിൽ ചെറിയ സംഘർഷങ്ങൾ വന്നു. എന്നെ കുറിച്ച് പറയുകയാണ്. അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവൻ ക്ഷേത്രത്തിൽ വരുന്നില്ല, എന്തായി കാണിക്കുന്നേ, നമ്മളെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അന്ന് രാവിലെ മുതൽ കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മുറിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങി സിറ്റ് ഔട്ടിൽ പോയി. അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ഞാൻ അവിടുന്ന് ഇറങ്ങി വീടിന്റെ പിന്നാമ്പുറത്തേക്ക് പോയി അവിടെ നിന്ന് ഇരിക്കുന്ന സമയത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാന നിമിഷമായി അച്ഛന്റെ ഇതെല്ലാം കേട്ട് കോപത്തിലേക്ക് അച്ഛൻ വന്നു. പെട്ടെന്ന് അച്ഛൻ വിളിച്ചു, ഇവിടെ വാടാന്ന് പറഞ്ഞെന്നെ വിളിച്ചു. ഞാൻ ഇറങ്ങി ചെന്ന് അച്ഛന്റെ അടുക്കിലേക്ക് അങ്ങോട്ട് കടന്നു ചെല്ലുകയും ഉടനെ തന്നെ എന്റെ കുത്തിനെ പിടിച്ച് ഒറ്റയടി കവിളത്ത്. എന്നാ നീ എന്നെ കാണിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ അടിച്ചു. ആ സമയത്താണ് ചേട്ടൻ പുസ്തകം പൂജയ്ക്കെല്ലാം എടുത്ത് പുസ്തകമായിട്ട് വരുന്നത്.
നിന്റെ ബുക്ക് എന്തേ എന്ന് ചോദിച്ചോണ്ട് വരും. നിന്റെ ബുക്ക് എന്തേ എന്ന് ചോദിച്ചോണ്ട് വരികയും പെട്ടെന്ന് അച്ഛൻ ചോദിച്ചു എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ എടുക്കുന്നു. പിടിച്ച് രണ്ടാമത്തെ അടി എന്റെ അടുത്ത വലത്തെ കവൽ വന്നിച്ചില്ലേൽ നിന്ദിക്കുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് എന്നെ അടിച്ചത്. എന്നെ അടിക്കുന്ന കണ്ടുകൊണ്ട് പെട്ടെന്ന് അമ്മ ബോധം കെട്ട് താഴെ വീണു. കുഞ്ഞിനെ അടിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് താഴെ വീണു. അമ്മയെ ഞാനിങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുക. അമ്മയെ പൊക്കി എടുത്ത് അച്ഛനും ചേട്ടന്മാരും എല്ലാം കൊണ്ടുവന്ന് കട്ടിലേക്ക് കൊണ്ടുവന്ന് കിടത്തി. അമ്മ ചലനം പറ്റി കിടക്കുകയാണ്. അപ്പോഴും എന്റെ ഉള്ളിലെ ചിന്ത, ദൈവം എന്താണോ എന്റെ ജീവിതത്തിൽ തരുന്നത് അത് വരട്ടെ, എന്തായാലും ഞാൻ കർത്താവിൽ നിന്ന് പിന്മാറും. പെട്ടെന്ന് എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ അതിന് ഉത്തരവാദി, നീ അതിന് കാരണക്കാരൻ. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും, കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് മുഖത്ത് വെള്ളം തെളിച്ച അമ്മയുടെ അമ്മ കണ്ണു തുറന്ന് എന്തിയെ അവനെന്തേന്ന് ചോദിച്ചു. എന്റെ കൈ പിടിച്ച് അമ്മ എന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അമ്മ എന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഇനിയും അങ്ങനെ പള്ളിയിൽ പോകരുത്, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ അമ്പലത്തിൽ വരണം, നീ വരണം, ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഞാൻ ഒരു വാക്ക് പോലും മിണ്ടിയില്ല. പെട്ടെന്ന് അമ്മ പറഞ്ഞു, കണ്ടില്ലേ അവൻ വരുത്തില്ല, അവൻ പിന്നെയും പള്ളിയിൽ പോകും എന്ന് പറഞ്ഞ് ആ അന്തരീക്ഷം ഒരു അല്പസമയം കഴിഞ്ഞ് അമ്മ റിക്കവറായി തിരിച്ച് ഇതിൽ നോർമലിലേക്ക് വന്നു. ഞാൻ അവിടെ തന്നെ ഇന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരും പല വഴിക്കായിട്ട് തിരിഞ്ഞു. അങ്ങനെ ആ അന്തരീക്ഷം മാറി. തിരിച്ച് പിറ്റേ ദിവസം ഞാൻ പിന്നെയും കോളേജിൽ വരുന്നു. പിന്നെയും പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ട് ഓരോ ദിവസം കഴിയുന്നതോറും ദൈവം എന്നെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു. അങ്ങനെ പല അനുഭവങ്ങളോടും കൊണ്ടുപോയി അങ്ങനെ സ്നാനപ്പെട്ട് കൂടുതൽ സഭയുടെ പ്രവർത്തനങ്ങളിലും ആത്മവിഷയങ്ങളിലും അപ്പോൾ തന്നെ കോളേജിൽ പോവുകയും ഇതെല്ലാം ചെയ്ത് പ്രാർത്ഥനകളിലൊക്കെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരാഗ്രഹം, ദൈവം എന്നോട് നേരിട്ട് സംസാരിക്കും. ദൈവശബ്ദം എനിക്ക്. അപ്പം ചർച്ചിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന. ആ സമയത്ത് കോളേജിന് അവധിയാണ്. എന്റെ കൂടെ ഉള്ളവരെല്ലാവരും വീടുകളിലേക്ക് പോയി. ഞാൻ അന്ന് തീരുമാനിച്ചു, ഞാൻ 3 ദിവസം ഉപവസിക്കുകയാണ്, ദൈവശബ്ദം എനിക്ക് കേൾക്കാം. അങ്ങനെ ഞാൻ വീട്ടിൽ പോകാതെ ഉപവാസത്തോടുകൂടെ ഞാൻ ആ പ്രാർത്ഥനയിൽ ഇരിക്കുകയാണ്. രണ്ടാമത്തെ ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ദൈവശബ്ദം ഒന്നും കേൾക്കുന്നില്ല. ഞാൻ ചിന്തിച്ചു, ദൈവശബ്ദം കേൾക്കുന്നില്ല, ദൈവം എന്നോട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവിനെ വിട്ടിട്ട് പോകാനും പറ്റത്തില്ല, കാരണം ഇത് സത്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഞാൻ ചർച്ചിന്റെ പ്രവർത്തനങ്ങളിൽ പോകുമെങ്കിലും ഇപ്പോഴത്തേക്ക് ചർച്ചില് കൊയറിന്റെ ഇതിലേക്ക് ഞാൻ കയറി. ഞാൻ കൊയറിന്റെ കീബോർഡ് വായിക്കുന്നതിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കത്തില്ല. ഞാൻ ചർച്ചിൽ പോകും, പ്രാർത്ഥന സംബന്ധിക്കും, തിരിച്ചു വരും. ദൈവം എന്നോട് സംസാരിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇനി അത്രയ്ക്ക് ആക്റ്റീവ് ആകുന്നില്ല. ഒരല്പം ഞാൻ പുറകോട്ട് വലിഞ്ഞ് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ ഉപവാസം നിർത്തി ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 2ാമത്തെ ദിവസം ആയുള്ളൂ. 3 ദിവസം ഞാൻ തീരുമാനിച്ചെങ്കിലും 2 ദിവസം ആയുള്ളൂ. ഞാൻ കുളിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഇടിമിന്നൽ പോലെ എന്റെ ഹൃദയത്തിലേക്കാണ് ദൈവശബ്ദം മുഴങ്ങി കേൾക്കുന്നത്. ഈ ലോകത്തിൽ നിന്നെ സൃഷ്ടിച്ച എന്നെ അല്ലാതെ ഏത് ദൈവത്തെ നീ ആരാധിക്കും? ഈ ഒരു ചോദ്യം ഇടിമിന്നൽ പോലെ എന്റെ ഹൃദയത്തിലേക്ക് വരികയും ഞാൻ പെട്ടെന്ന് നെടുമ്പാടെ മുറിക്കകത്ത് വീണ്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നെടുമ്പാടെ വീണ് ദൈവസന്നിധിയിൽ ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കുവാനിടയായി. അങ്ങനെ ദൈവം എന്നോട് സംസാരിച്ച സന്തോഷത്തിൽ ഞാൻ വീണ്ടും ആക്റ്റീവായിട്ട് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ചർച്ചിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം കഴിഞ്ഞു. അങ്ങനെ 2006 ഞങ്ങളുടെ കോഴ്സ് കഴിയുന്നു. 2006 കോഴ്സ് കഴിഞ്ഞു. ഞാൻ തൊട്ട് അടുത്ത് തന്നെ, കാരണം എനിക്ക് നാട്ടിൽ പോകാൻ പറ്റത്തില്ല, പോയി കഴിഞ്ഞാൽ എന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറി പോകാനുള്ള സാധ്യതയുണ്ട്, എനിക്ക് യാതൊരു സപ്പോർട്ടും കിട്ടത്തില്ല. അതുകൊണ്ട് ട്രെയിനിങ്ങിന് വേണ്ടി തൊട്ടടുത്ത് തന്നെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് തന്നെ ലാബിൽ, ഡൈനോവ എന്ന് പറഞ്ഞ ലാബിൽ ഞാൻ കയറുകയും എക്സ്പീരിയൻസിന് വേണ്ടി അവിടെ കയറി. എന്നിട്ട് വീട്ടിൽ ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസിന് വേണ്ടി കയറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവിടെ കയറി ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഏകദേശം 4 വർഷത്തോളം ഞാൻ ലാബിൽ വർക്ക് ചെയ്തു. ലാബിലെ സീനിയേഴ്സ് എന്നുള്ളൊരു പൊസിഷനിലേക്ക് ഞാൻ വന്നു. ആ സമയത്ത് എന്റെ ഉള്ളിലെ ചിന്ത, ദൈവമേ എന്റെ ഭാവി എന്തായിരുന്നു? കാരണം എന്റെ കൂടെ പഠിച്ചവരെല്ലാം പല പല സ്ഥലങ്ങളിൽ, വിദേശങ്ങളിലും ഒക്കെ ആയിട്ട് ജോലിക്കും കാര്യങ്ങൾക്കും ഒക്കെ പോയി. എനിക്ക് ഇവിടുന്ന് വിട്ട് എന്റെ വീട്ടിലേക്ക് പോകാൻ മേല, കാരണം എനിക്ക് വിശ്വാസത്തിൽ ഞാൻ പോകും. ഞാൻ എന്റെ ഭാവി എന്തായി തീരുമെന്ന് ഇങ്ങനെ ഞാൻ ഒരു വലിയ ഭാരം വന്നിട്ട് 3-4 ദിവസം ഈ വിഷയത്തെ കുറിച്ച് ഓർത്ത് ഞാൻ കരഞ്ഞ് ആരപ്പെട്ടതാണ്. ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോഴും എന്റെ ഹൃദയം കരയുക. അങ്ങനെ ഒരു ദിവസം ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നു. അപ്പം ഞാൻ ആ സമയത്ത്
ജോലിക്ക് കയറിയ സമയത്ത് ആ ലോഡ്ജ് മുറി വിട്ടു. ലോഡ്ജ് മുറി വിട്ടിട്ട് പൂർണ്ണമായിട്ട് ഞാൻ ആശ്വാസഭവനിലേക്ക് വന്നു. താമസം ആശ്വാസഭവനിലായി. അവിടെ നിന്നാണ് ജോലിക്ക് പോകുന്നത്. അങ്ങനെ അവിടെ താമസിച്ച് ഇരിക്കുമ്പോഴാണ് കൂടെയുള്ള ദിവാസന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ തലവഴി പുതപ്പിട്ട് കിടക്കുന്ന സമയത്ത് ആരും കാണണ്ട ഞാൻ ഇങ്ങനെ കരയുമ്പോൾ ഞാൻ ദൈവം എന്റെ ഭാവി എന്തായിരുന്നു, എന്റെ ഭാവി എന്തായിരുന്നു. ഞാൻ കരഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ദർശനമാണ്. ഞാൻ കാണുകയാണ്, എന്റെ കണ്ണിന് മുമ്പിൽ ബൈബിൾ തുറക്കപ്പെടും. ബൈബിൾ തുറക്കപ്പെടുകയും കാറ്റടിച്ച് താളുകൾ മറിയുന്നതായിട്ട് താളുകൾ ഇങ്ങനെ മറിയും. എന്നിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് കാണിക്കുന്ന യെശയ്യാവ് 46:10 ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാണിച്ചു. പെട്ടെന്ന് ആ ബൈബിൾ എന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് വാങ്ങി. അപ്പോൾ ഞാൻ കണ്ടുറന്നു, ഞാൻ ബൈബിളാണല്ലോ കണ്ടത്. അപ്പൊ എന്റെ മൈൻഡിലേക്ക് വരികയാണ് യെശയ്യാവ് 46:10. ഞാൻ പെട്ടെന്ന് തൊട്ടടുത്തുനിന്ന് ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ അതിലെഴുതിയേക്കുന്ന, ഞാൻ തന്നെ ദൈവം, ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. ഇത് ഞാൻ വായിക്കുകയും എൻ്റെ ഉള്ളിലെ എൻ്റെ ഭാവിയെ കുറിച്ചുള്ള ആകുലതയുടെ ഭാരം ആരും എടുത്തു മാറ്റൂല. എന്റെ ചോദ്യം, ദൈവമേ എന്റെ ഭാവി എന്തായിരിക്കും? ദൈവത്തിന്റെ മറുപടി, ആരംഭത്തിൽ തന്നെ അവസാനം, ഞാൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ എന്റെ അവസാനം എന്താണെന്നുള്ള ദൈവത്തിന്റെ തന്നെ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് എല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ നിർണയിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ ഭാരപ്പെടേണ്ട, ഞാൻ ആകുലപ്പെടേണ്ട. ദൈവത്തിന്റെ നിർണയത്തിനകത്ത് അതെല്ലാം ഉണ്ടെന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയി. പിന്നീട് അങ്ങനെ ഒരു ഭാരം ഇന്ന് വരെ എന്നെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ സന്തോഷമുള്ളൂ. കാരണം ഞാൻ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. എനിക്ക് വേണ്ട കരുതൽ, ഞാൻ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്നുള്ള എല്ലാ കാര്യപരിപാടിയും ദൈവത്തിന്റെ സന്നിധിയിൽ പ്ലാനിങ് ആണെന്നുള്ള ബോധ്യത്തിലേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഉത്സാഹത്തോടെ കൂടുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ബലപ്പെടുവാനിടയായി. അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പ്രതികൂലങ്ങളുണ്ട്, എങ്കിലും ആ പ്രതികൂലങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല. പലപ്പോഴും ദൈവം തുടർമാനമായി പിന്നത്തേൽ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവദാസന്മാരുടെ ഒക്കെ സംസാരിച്ച് വഴി നടത്താൻ തുടങ്ങി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്തിന് തൊട്ട് മുമ്പ് തന്നെ സഭയുടെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ MC ജോസഫിലൂടെയോ അല്ലെങ്കിൽ മറ്റു ദൈവദാസന്മാരുടെയോ ഒക്കെ കൃത്യമായി മുമ്പ് തന്നെ എനിക്ക് ഇൻഫർമേഷൻ ദൈവം തരികയും ദൈവം എന്നെ അതിനകത്ത് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. എന്നെ വീട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള ചില പദ്ധതികളുണ്ട്. അത് ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ സഭയുടെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ MC ജോസഫ് അദ്ദേഹം എന്നോട് പറഞ്ഞു, വിവിനെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നിന്നെ വലിച്ചു കൊണ്ടുപോയി അവിടെ വലിച്ചു കെട്ടേണ്ടതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പിശാച് ഒരുക്കുന്നതായിട്ട് ദൈവം എനിക്ക് മുന്നറിയിപ്പ് തന്നു. അതുകൊണ്ട് നീ പ്രാർത്ഥിക്ക്, ദൈവം അതിനകത്ത് നിന്നെ പുറത്തു കൊണ്ടുവരും. അങ്ങനെ ഞാൻ പ്രാർത്ഥനയിലിരുന്നു. അങ്ങനെ ചില അന്തരീക്ഷങ്ങൾ വീട്ടിൽ ഒരുങ്ങി. ചില മരണകരമായിരിക്കുന്ന ചില പ്രയാസങ്ങൾ, എനിക്ക് പിന്നെ തിരികെ നാട്ടിലേക്ക് ചെല്ലേണ്ടതായിരിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി. പക്ഷേ ദൈവം അത്ഭുതകരമായിട്ട് അതിനകത്ത് ചില പ്രയാസങ്ങൾ കൊണ്ടു അതിനകത്ത് എല്ലാം റിക്കവർ ചെയ്തു. എനിക്ക് അവിടെ പോയി നിൽക്കേണ്ടി വന്നില്ല. വീണ്ടും ദൈവത്തിൽ കർത്താവ് അങ്ങനെ എല്ലാം ഒരുക്കി കർത്താവ് ക്രമീകരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ദൈവസന്നിധിയിൽ വിവാഹം പോലും കഴിക്കുന്നില്ല. കർത്താവിന് വേണ്ടി ഒരു സന്യാസ ജീവിതം നയിക്കണം. എന്റെ കാഴ്ചപ്പാട് വിവിധ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പറഞ്ഞ് ആത്മാക്കളെ കർത്താവിലേക്ക് നേടിയതിനു ശേഷം അവിടെ സഭ സ്ഥാപിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ട കർത്തൃദാസന്മാരെ അത് ഏൽപ്പിച്ചിട്ട് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുക, അവിടെ പോയി സുവിശേഷം. ആ ഒരു കാഴ്ചപ്പാടായിരുന്നു എന്റെ കാഴ്ചപ്പാട്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഞാൻ നിൽക്കുമ്പോൾ, ഞാൻ വിവാഹം പോലും കഴിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാനിത് സഭയുടെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ MC ജോസഫിനോട് ഞാനിത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാമല്ലോ. അദ്ദേഹം പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ വിഷയത്തെ കുറിച്ച് പല ദിവസങ്ങളായിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവനെ നിനക്ക് വിവാഹമുണ്ട്. ദൈവം എന്നെ കാണിക്കുന്നത് നീ അതുപോലെ തന്നെ നിനക്ക് വിവാഹം കഴിച്ച പെൺകുട്ടിയും വീട്ടിൽ നിൽക്കുന്നതും ഒക്കെയാണ് എന്നെ കാണിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് വിവാഹം. അപ്പോൾ എനിക്ക് ബോധ്യമായി വിവാഹമുണ്ട്. ഇനി അങ്ങനെ ഒരു ചിന്ത, വിവാഹം പോലും കഴിക്കാതെ ശുശ്രൂഷ ചെയ്യണമെന്നൊരു ചിന്ത വെച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ കാര്യപരിപാടി ഇതാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നിലവാരത്തേക്ക് മൈൻഡിനെ പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് എന്നെ ഉറപ്പിക്കാൻ, ഈ വിഷയത്തിൽ വിവാഹം ഉണ്ടെന്ന് ഉറപ്പിക്കാൻ പലരും വന്ന ആ ദിവസങ്ങളിൽ എന്നോട് അവർ കണ്ട സ്വപ്നങ്ങൾ, ഞാൻ ഈ വിഷയം വിവാഹം പോലും കഴിക്കുന്നില്ല എന്നുള്ള വിഷയം ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ പലരും വന്നിട്ട് എന്നോട് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് പറയുന്നത്.
പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടു. വിപിന്റെ കല്യാണം നടക്കുന്നു, ഒരു ഹോള്, അതിന്റെ തൊട്ടടുത്ത് ഹോള്, വിവാഹം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്നു, ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുന്നു. ഈ കാഴ്ച ഞാൻ കാണുന്നു. പലരും വന്നിട്ട് എന്റെ വിവാഹ സംബന്ധമായ കാര്യങ്ങളാണ് ആ സമയത്ത്. അപ്പൊ ദൈവം എന്നെ അവരിലൂടെയൊക്കെ ഉറപ്പിക്കുകയാണ്, ദൈവത്തിന്റെ കാര്യപരിപാടി അതാണ്, വിവാഹം. അങ്ങനെ ഞാൻ ദൈവിക പദ്ധതിക്ക് വേണ്ടി പ്രിപ്പയർ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ സഭയിൽ തന്നെ വരുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ഇപ്പോൾ പറഞ്ഞ എന്റെ ഭാര്യയായി തീർന്ന സരിത. ഞങ്ങൾ കൊയറിലൊക്കെ ഉണ്ടായിരുന്നാണെങ്കിലും അങ്ങനെ ഇരിക്കുന്ന യാതൊരു വിധത്തിലുള്ള അട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ആ ദിവസങ്ങളിൽ, തുടർന്നുള്ള ദിവസങ്ങളിൽ എന്തോ ആ കുട്ടിയോടൊരു ആകർഷണം വരുന്നതായിട്ട് എനിക്ക് അനുഭവം. ആ കുട്ടിയോട് എന്തോ ഒരു ആകർഷണം വരുന്നതായിട്ട് അനുഭവപ്പെടുകയും ഞാൻ ഇത് പാസ്റ്ററോട് ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ എന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഇന്ന പോലെ ഒരു പ്രയാസം, ആ കുട്ടിയിലേക്ക് എനിക്കൊരു ആകർഷണം വരുന്നു. പാസ്റ്റർ പെട്ടെന്ന് പറഞ്ഞു, പാസ്റ്റർ ചിരിച്ചിട്ട് പറഞ്ഞു, ഇവനെ അത് തന്നെയാണെന്ന് പറഞ്ഞു. കാരണം തൊട്ടടുത്ത് എന്റെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പാസ്റ്ററിന്റെ ദൈവം ദർശനം കാണിച്ചു കൊടുത്തു, ഇവളാണ് വിപിൻ വിവാഹം കഴിക്കാൻ പോകുന്നത്. എന്നിട്ട് ദൈവം പറഞ്ഞു, നീ അവനോട് പറയണ്ട, നിനക്ക് ഉറപ്പിന് വേണ്ടിയിട്ട് അവൻ നിന്നോട് വന്ന് പറയും. അങ്ങനെയാണ് ഞാൻ പാസ്റ്ററോട് എന്ന് പറയുമ്പോഴാണ് പാസ്റ്റർ പറഞ്ഞത്, അത് തന്നെയാണ് ദൈവം എന്നോട് പറഞ്ഞിരുന്നു, നീ എന്നോട് വന്ന് പറയും, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാതെ. അത് തന്നെയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവളോട് സംസാരിക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാണ്, ഞാൻ സംസാരിക്കാൻ നിൽക്കത്തില്ല, പാസ്റ്റർ സംസാരിച്ചാൽ മതി. അങ്ങനെ ഞാൻ ലാബിൽ നിന്ന് അവധി എടുത്തു വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് പാസ്റ്റർ ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് അവളോട് ഈ വിവാഹ കാര്യത്തെ കുറിച്ച്. സഭയുടെ ആക്ടിംഗ് മെമ്പറാണ് അവളും. അപ്പൊ തന്നെ സഭയുടെ അക്കൗണ്ട് കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത് സരിതയായിരുന്നു. സരിതയോട് ഇത് പറയുമ്പോ സരിത പാസ്റ്ററോട് പറഞ്ഞു, 2 വർഷം മുമ്പ് സരിത ഈ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇത് സംസാരിക്കുന്നതിന് 2 വർഷം മുമ്പ്. കാരണം അന്ന് ഇതുപോലെ സരിതയ്ക്ക് ഒരു വിവാഹാലോചന വന്ന സമയത്ത് സരിത ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവഹിതപ്രകാരമുള്ള വിവാഹമാണോ ഇത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്ന് രാത്രിയിൽ സരിത കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നമാണ് ഞാനും സരിതയും തമ്മിൽ വിവാഹം കഴിക്കും 2 വർഷം മുമ്പ്. പക്ഷെ ഈ സ്വപ്നം കണ്ടെങ്കിലും ഇത് ആരോടും പറഞ്ഞില്ല, പുള്ളിക്കാരുടെ ഉള്ളിൽ തന്നെ ഇത് വെച്ചിരുന്നു. എന്നാല് ഇത് പാസ്റ്റർ പറയുമ്പോഴാണ് സരിത ഇത് കാര്യം, ദൈവഹിതമാണ്, ദൈവത്തിന്റെ കാര്യപരിപാടി തന്നെയാണെന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ സരിതയോട് സംസാരിക്കുകയും ഞങ്ങൾ ആ വക കാര്യങ്ങളെ കുറിച്ച്, വിവാഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് തീരുമാനിക്കുന്നു. പക്ഷേ എനിക്കറിയാം, ഞാൻ ഈ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ വീട്ടിൽ എന്റെ ഒരു തീരുമാനമായിരുന്നു, എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ എന്റെ വീട്ടുകാരറിഞ്ഞ് എല്ലാവരും സംബന്ധിച്ചുള്ള വിവാഹം തന്നെ ആയിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട്, തീരുമാനം എനിക്കുണ്ട്. അപ്പൊ ഞാൻ എന്റെ വിവാഹ കാര്യങ്ങളെ കുറിച്ച് സരിതയുടെ വീട്ടുകാരൊക്കെ വന്നു, അവരുമായിട്ട് എല്ലാവരും സംസാരിച്ചു, ഏകദേശം ഒരു തീരുമാനത്തിലേക്കൊക്കെ വന്നു. അപ്പം പാസ്റ്റർ വളരെ ശക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, 2011 എന്റെ വിവാഹം നടക്കുന്നത്, മെയ് 25. 2011 മെയ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് വിവാഹം നടന്നിരിക്കണം. മെയ് 25 മുമ്പായിട്ട് വിവാഹം നടന്നിരിക്കണം. ഇത് പാസ്റ്റർ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട് ആ സമയത്ത്. പക്ഷേ പാസ്റ്റർ നല്ല ആലോചന കിട്ടിയിട്ടായിരുന്നായിരിക്കാം മെയ് 25 മുമ്പായിട്ട് വിവാഹം നടന്നിരിക്കണം. അങ്ങനെ സരിതയുടെ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചു വന്നു കഴിയുമ്പോഴത്തേന് മെയ് 25 എന്നുള്ള ഡേറ്റ് തന്നെ ഫിക്സ് ചെയ്തു. അങ്ങനെ ഞാൻ എന്റെ വിവാഹ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ, അപ്പോൾ എന്റെ 2 ജ്യേഷ്ഠന്മാരുടെ വിവാഹം ഓൾറെഡി കഴിഞ്ഞു. ഏറ്റവും മൂത്ത ഞാനുമായിട്ടാണ് വലിയ ബന്ധമുള്ളത്, അതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ വീട്ടിൽ കൊടുത്തത്. അദ്ദേഹം ശേഷം ഞാനിപ്പോ ഈ പറഞ്ഞു വന്ന സാക്ഷ്യത്തിന്റെ ഇടയിലുള്ള കാലങ്ങളിൽ 2ാമത്തെ ചേട്ടൻ പട്ടാളത്തിൽ ചേരുകയും ഏറ്റവും മൂത്ത ചേട്ടൻ ഗൾഫിൽ പോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ 2ാമത്തെ ചേട്ടനെ ഇതുപോലെ പട്ടാളത്തിൽ കൊണ്ടുപോയത്, 2ാം ചേട്ടൻ ഇച്ചിരി ഉഴപ്പൊക്കെ ആയിരുന്നു. അത് കാരണം 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ച് കോളേജിൽ പോയി ഒന്ന് എൻജോയ് ചെയ്യാന്നുള്ള ചിന്തയിലൊക്കെ ഇരിക്കുമ്പോഴാണ് 2ാം ചേട്ടനെ പട്ടാളത്തിൽ കൊണ്ടുപോകുന്നത്. 2ാം ചേട്ടനെ പട്ടാളത്തിൽ കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം നാളെയാണ് പോകുന്നതെങ്കിൽ
നാളത്തെ അല്ലെങ്കിൽ നാളെയാണ് പോകുന്നതെങ്കിൽ ആ നാളത്തെ രാവിലെ വരെ ചേട്ടൻ അറിയുന്നില്ല ചേട്ടനെ കൊണ്ടുപോകുന്നുള്ള കാര്യം. കാരണം അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം അവിടുന്ന് മുങ്ങിക്കഴിഞ്ഞാൽ അച്ഛന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇദ്ദേഹം അല്പം ഈ ഷംപുവും പിന്നെ ഡ്രിങ്ക്സും ഒക്കെ ഉള്ള പരിപാടി ഉള്ളത് കൊണ്ട് ആരോടും, ഞങ്ങളുടെ ബന്ധുക്കളോട് ആരോടും പറയാതെ വളരെ രഹസ്യമായിട്ടാണ് ചേട്ടനെ അച്ഛൻ കൊണ്ടുപോകുന്നത്. ഈ പറയുന്ന പോലെ അന്ന് രാവിലെയായി ട്രെയിൻ വരുന്ന സമയത്ത്, റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിൻ വരുന്ന സമയത്ത് നീ അമ്മയുടെ കാല് തൊട്ടു തൊഴുന്ന് പറയുന്ന സമയത്താണ് ചേട്ടൻ അറിയുന്നത് ചേട്ടനെയും കൊണ്ടാണ് അച്ഛൻ പോകാൻ പോകുന്നത്. കാരണം അന്ന് തലേരാത്രി പുള്ളിയുടെ ഡ്രസ്സ് ഉൾപ്പെടെ എല്ലാം പാക്ക് ചെയ്തു. അങ്ങനെ പിടിച്ച പിടിയാലെ കൊണ്ടുപോയി അങ്ങനെ പട്ടാളത്തിൽ കൊണ്ടുവന്ന് ചേർക്കുകയായിരുന്നു അച്ഛൻ. ഞാൻ ഇതും പറയാനൊരു കാര്യമാണ്. ഏറ്റവും മൂത്ത ചേട്ടൻ അങ്ങനെ ഗൾഫിലും പോയി. അങ്ങനെ അവരുടെ വിവാഹം നടന്നു. ഞാൻ ഏറ്റവും മൂത്ത ചേട്ടനെ നാട്ടിൽ വന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. ചെന്നിട്ട് ജ്യേഷ്ഠനോട് പറയാനായിട്ടിരിക്കും. ഞാൻ ചെന്ന അന്ന് ചേട്ടനും ചേട്ടത്തെയും കൂടെ പുള്ളിക്കാരുടെ വീട്ടിലേക്ക് പോയി. എനിക്ക് അന്നത് പറയാൻ പറ്റും. അന്ന് വൈകിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു. കാരണം എനിക്ക് അന്ന് വൈകിട്ട് തന്നെ കോട്ടയത്തേക്ക് തിരിച്ചു പോരേണ്ടതാണ്. പക്ഷെ എനിക്ക് പറയാൻ പറ്റാഞ്ഞ നിമിത്തം ഞാൻ ചേട്ടനെ വിളിച്ചു, ചേട്ടാ പിറ്റേ ദിവസം വരുമോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാ? ഞാൻ പറഞ്ഞ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പിറ്റേ ദിവസം വന്നു. അപ്പൊ ഇദ്ദേഹത്തോട് എനിക്ക് രഹസ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. തക്കം നോക്കി നിൽക്കി ഇദ്ദേഹത്തോട് സംസാരിക്കാനുള്ളത്. അന്ന് വൈകുന്നേരമായി. വീട്ടിലെല്ലാവരും പുറത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് എല്ലാവരും അകത്തോട്ട് കയറിപ്പോയി. അപ്പൊ എനിക്ക് സംസാരിക്കാനുള്ള സാഹചര്യം ഒത്തു വന്നു. അപ്പൊ ഞാൻ ചേട്ടനോട് തുറന്ന് പറയാൻ പോവാ എന്റെ വിവാഹ കാര്യങ്ങളെ കുറിച്ച്. ഞാൻ പറയാൻ തുടങ്ങുകയും അത്രയും നേരം ശാന്തമായി കിടന്ന അന്തരീക്ഷം പെട്ടെന്നൊരു കാർമേഘം അത് ഇടിച്ചു കുത്തി മഴ പെയ്ത് ഞങ്ങൾക്ക് പുറത്ത് നിൽക്കാൻ മേലാത്ത രീതിയിൽ അകത്ത് കയറേണ്ടി വന്നു. അതുപോലെ അതിഭയങ്കരമായ, എനിക്ക് പറയാൻ പറ്റിയില്ല. തടസ്സപ്പെട്ടല്ലോ, പറയാൻ പറ്റിയില്ലല്ലോ. പിറ്റേ ദിവസം അന്ന് രാത്രിയിൽ എന്നാൽ അമ്മയോട് പറയാന്ന് വെച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഞാൻ ചെന്നിട്ട് അമ്മയോട് ഞാൻ പറയാൻ തുടങ്ങിയാണ്, ഞാൻ വിശ്വാസത്തിൽ വന്നല്ലോ, അതുകൊണ്ട് എനിക്ക് വിവാഹം നടക്കണമെങ്കിൽ വിശ്വാസത്തിൽ നിന്നുള്ള പെൺകുട്ടി ആയിരിക്കണം എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങുകയും അത്രയും നേരം ഇല്ലാത്ത ഞങ്ങളുടെ അയൽവക്കത്തു നിന്നൊരു മനുഷ്യൻ അദ്ദേഹം വന്ന് അമ്മയോട് സംസാരിക്കാനായിട്ട് വന്നു. എനിക്ക് അവിടെയും പറയാൻ പറ്റില്ല. അങ്ങനെ ബ്ലോക്കായി പോവാം. പിറ്റേ ദിവസമായി ഞാൻ കോട്ടയത്തേക്ക് തിരിച്ചു വന്നു ശേഷം ഞാൻ ചേട്ടനെ ഫോൺ വിളിച്ച് പറയാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് ചേട്ടൻ പോകുന്ന ദിവസമാണ്, ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തു. ചേട്ടൻ സംസാരിച്ചു. അപ്പൊ ഞാനിത് പറയാൻ തുടങ്ങിയാണ്, ചേട്ടൻ ഇതുപോലെ ഞാൻ വിശ്വാസത്തിൽ വന്നല്ലോ, എനിക്ക് വിവാഹ കാര്യങ്ങൾ നടക്കണമെങ്കിൽ വിശ്വാസിയായിരുന്നു പെൺകുട്ടിയെ കഴിയുകയുള്ളൂ. ഇത് ഞാൻ പറയാൻ തുടങ്ങുകയും പിന്നെ ഞാൻ പറയുന്ന ചേട്ടന് കേൾക്കാൻ പറ്റും. ഹലോ 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 ഇനി ഞാൻ ഒന്നും കേൾക്കാം. എനിക്ക് മനസ്സിലായി 3 പ്രാവശ്യവും തടസ്സങ്ങൾ വന്നു. ദൈവം ഇതിനകത്ത് എന്തോ ബ്ലോക്ക് ചെയ്യുകയാണ്, ഞാൻ വീട്ടിൽ പറയാതിരിക്കാൻ. ആ സമയത്താണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അവൾ എന്നോട് പറയുന്നു, അവൾ തലേദിവസം രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു, ഞങ്ങളുടെ വിവാഹം നടക്കുന്നു, പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് കസര എല്ലാം ഫില്ലാണ്, വരന്റെ ഭാഗത്ത് നിന്ന് കസര എല്ലാം ഒഴിഞ്ഞു കിടക്കും. ഞാനൊരു സ്വപ്നം കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ വീട്ടിൽ നിന്ന് ആരും സംബന്ധിക്കാൻ പാടില്ലാത്ത രീതിയിൽ ദൈവം അതിനെ ബ്ലോക്ക് ചെയ്യുന്നു, അതിനകത്ത് എന്തെങ്കിലും കാര്യപരിപാടികൾ കാണുമായിരിക്കും. അങ്ങനെ വിവാഹത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ ഞാൻ പറയാൻ പറ്റുന്നില്ല. തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ വിവാഹ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുന്നു. വിവാഹം മെയ് 25 നടക്കും. മെയ് 25 നടക്കുമ്പോ മെയ് 25-ാം തീയതി വേറൊരു പദ്ധതി എന്റെ വീട്ടിൽ നിന്ന് ഒരുക്കിയിരിക്കുകയാണ്. അതായത് എന്റെ രണ്ടാമത്തെ ചേട്ടൻ ബോംബെയിലേക്ക് സ്ഥലം മാറി വന്നു, ഈ പട്ടാളക്കാരനായിട്ട് സ്ഥലം മാറി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അച്ഛനും അമ്മയും ചേട്ടത്തിയും പിള്ളേരും ഒക്കെ ആയിട്ട് ബോംബെയിലേക്ക് പോവുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞ് കോട്ടയത്ത് ഞങ്ങൾ എത്തുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തുമ്പോൾ നീ അവിടെ ഉണ്ടാകണം, നിന്നെ ഇവിടെ കണ്ടിട്ട് അങ്ങ് പോകാം. പക്ഷെ അവരുടെ പ്ലാൻ അതായിരുന്നില്ല. പിന്നീടാണ് ഞാൻ അത് അറിഞ്ഞത്. അവരുടെ പ്ലാൻ, ഞാൻ കോട്ടയത്തേക്ക് കാണാൻ ചെല്ലുമ്പോൾ അവര് എന്നെ പിടിച്ച് ട്രെയിനിലേക്ക് കയറ്റുക, രണ്ടാമത്തെ ചേട്ടനെ കൊണ്ടുപോയതുപോലെ എന്നെ ട്രെയിനിലേക്ക് കയറ്റുക, നേരെ ബോംബെക്ക് പോവുക, എന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷെ അതുകൊണ്ടാണ് ദൈവം വിവാഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ മെയ് 25-ന് മുമ്പ് തന്നെ വിവാഹം നടക്കണമെന്ന് ദൈവം പദ്ധതി ഒരുക്കുന്നു. അപ്പോഴാണ് എനിക്ക് പിന്നെ ഇപ്പോഴൊക്കെ ചിന്തിക്കുകയാണ് നമ്മൾ മനസ്സിലാകുന്നത്, പിശാച് ഒരു പദ്ധതി ഒരുക്കുമ്പോൾ തന്നെ അത് മുന്നമേ അറിയുന്ന ദൈവം അതിൽ നിന്നും വിടുവിക്കപ്പെടാൻ വേണ്ടി നമുക്ക് വേണ്ടി ദൈവം വഴികളെ മാർഗങ്ങളെ ഒരുക്കും എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ശേഷം
അങ്ങനെ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം അന്ന് എന്റെ വിവാഹമാണ്. കോട്ടയത്തേക്ക് പോകാൻ പറ്റിയില്ല. വീട്ടിൽ നിന്ന് അവർ വന്നിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷെ അവർ പോയി. പക്ഷെ ആ സമയത്ത് എന്റെ വിവാഹം ഇവിടെ ക്രമീകരിക്കപ്പെട്ടു. വിവാഹം നടക്കുവാനിടയായി. ഈ പറഞ്ഞതുപോലെ തന്നെ, കണ്ട സ്വപ്നം പോലെ തന്നെ, വരന്റെ ഭാഗത്തു നിന്ന് ആരുമില്ല, വധുവിന്റെ ഭാഗത്തു നിന്ന് എല്ലാവരും. വിവാഹമൊക്കെ ഭയങ്കര അത്ഭുതകരമായിരുന്നു. കാരണം ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്, അതുകൊണ്ട് ആഡംബരമായിട്ടൊന്നും വേണ്ട. വിവാഹ ശുശ്രൂഷ അത്രയ്ക്ക് വലിയതായ സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല, അതുകൊണ്ട് വളരെ ലളിതമായിട്ട് നടന്നു. പക്ഷെ ദൈവ ക്രമീകരണം ഒരുക്കിയിട്ട് വലിയ ആവശ്യമല്ല എങ്കിലും വിവാഹങ്ങൾ അത്യാവശ്യം മനോഹരമായി നടന്നു. ഈ അത്ഭുതകരമായ കാര്യങ്ങൾ. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇരിക്കുന്ന സമയത്താണ് എന്റെ ജ്യേഷ്ഠൻ വിളിക്കുന്ന സമയത്ത് ഞാൻ ജ്യേഷ്ഠനോട് പറയുന്നു, ഇതുപോലെ ഞാൻ വിശ്വാസത്തിലായിരുന്നല്ലോ, എന്റെ വിവാഹം വിശ്വാസിയായിരിക്കും പെൺകുട്ടിയുമായിട്ടേ കഴിയുള്ളൂ, അത് കാരണം ഞാൻ വിശ്വാസിയായിരിക്കുന്ന പെൺകുട്ടിയുമായിട്ട് എന്റെ വിവാഹം നടന്നു. അത് അവർക്ക് ഷോക്കായിപ്പോയി. ചേട്ടനെ ഏറെ പ്രയാസപ്പെട്ടു. വീട്ടിലേക്ക് ചേട്ടൻ വിളിച്ചു പറഞ്ഞു, വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായി. അത് വലിയ ഒരു പ്രയാസം. ശേഷം എന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അപ്പച്ചിയുടെ മകനും ഒക്കെ ആയിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നു. ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് വന്നു. എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. വന്നു കണ്ട് കാര്യങ്ങളെല്ലാം അവര് സ്ഥിരീകരിച്ചു. അന്നവർ പറഞ്ഞൊരു കാര്യമാണ്, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റും. കാരണം വിവാഹത്തിന് മുമ്പായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇവനെ ഒരു കാരണവശാലും മതിക്കത്തില്ല. പക്ഷെ ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി അവന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ദൈവം പിശാചൊരു പദ്ധതി ഒരുക്കി എന്നെ വിശ്വാസത്തിൽ നിന്ന് മറച്ചുകൊണ്ട് കളയാൻ. പക്ഷെ ദൈവം ഇപ്പുറത്ത് വേറെ പദ്ധതി ഒരുക്കി. അതിന് മുന്നോടിയായി തന്നെ ക്രമീകരണങ്ങളിൽ എന്നെ ദൈവം സേഫ് ആക്കി വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള എല്ലാ പദ്ധതികളും ചെയ്തു. അങ്ങനെ തുടർന്ന് ഈ വിശ്വാസ മാർഗത്തിൽ നിൽക്കുവാനും സഭയുടെ ശുശ്രൂഷയുടെ തലങ്ങളിലേക്ക് വരുവാനും വളരെ ഉത്സാഹത്തോടെ ഈ തലങ്ങളിലേക്ക് വരുവാനും സഭയുടെ ശുശ്രൂഷകൻ എന്നുള്ള തലത്തിലേക്കൊക്കെ കർത്താവ് കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ അടുത്ത ഒരു അത്ഭുതം, ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി. ആദ്യത്തെ കുട്ടി ഉണ്ടായി. ഞാൻ സഭയുടെ പാസ്റ്ററിനെ വിളിച്ചു ചോദിച്ചു, പാസ്റ്ററെ എന്താ കുട്ടിക്ക് പേരിണ്ട്? പെട്ടെന്ന് പാസ്റ്ററിനോട് പറഞ്ഞു, പേരിനകത്തൊന്നും കാര്യമില്ല, കാരണം മോശയ്ക്ക് പേരിട്ടത് ഫറവോന്റെ മകളാണ്. ആ പേര് തന്നെയാണ് ദൈവം വിളിച്ചത്. അതുകൊണ്ട് നീ എന്ത് പേരിടുന്നോ അത് തന്നെയാണ് ദൈവം വിളിക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ അവന് പേര് എന്തിടണമെന്ന് ഇങ്ങനെ ആലോചിച്ചാലോചിച്ചത്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, യേശു എന്ന പേര് സാമ്യം വരുന്നത്. പക്ഷെ യേശു ഇടാൻ പറ്റത്തില്ല, ജീസസ് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് യേശു എന്ന പേര് വരുന്ന സാമ്യമുള്ള പേരിടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടാമത് എന്റെ ജ്യേഷ്ഠന്റെ മക്കളുടെ പേരെല്ലാം ജയ വെച്ച് തുടങ്ങുന്നതാണ് രണ്ടാമത്. കാരണം അതും ഒരു സാക്ഷ്യമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. അവർക്ക് ഒരു ചെറിയ രീതിയിൽ രണ്ടാമത്തെ ചേട്ടനും ചേട്ടത്തിയും ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന ശേഷം അവരെന്നെ വിളിക്കുകയും അവർ ബന്ധപ്പെടുകയും വീട്ടിലെ ആരും കണക്ഷൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് അവര് ഞങ്ങളുമായിട്ട് വിളിക്കുകയും ബന്ധപ്പെടുകയൊക്കെ നിൽക്കുന്ന കാരണം അവരോടൊരു വലിയ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ബന്ധം വരുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നോട് ആരാണ് പറഞ്ഞു, നിന്റെ ഒരു ജ്യേഷ്ഠനെ ഞാൻ നിനക്ക് അനുകൂലമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഏറ്റവും മൂത്ത ചേട്ടനായിരിക്കും, കാരണം അദ്ദേഹം ഞാനുമാണ് നല്ല റിലേഷൻ, അദ്ദേഹം ആയിരിക്കും എനിക്ക് അനുകൂലം. പക്ഷെ നേരെ തിരിച്ചായി രണ്ടാമത്തെ ജ്യേഷ്ഠനുമായിട്ട് അങ്ങനെ ഞങ്ങൾ വലിയ സംസാരമില്ല. പക്ഷെ ദൈവം തിരിച്ചാണ് ചെയ്തത്. രണ്ടാമത്തെ ചേട്ടനെ കുടുംബത്തെ ഞങ്ങൾക്ക് അനുകൂലമാക്കി. ഏറ്റവും മൂത്ത ചേട്ടൻ ഭയങ്കര ബദ്ധശത്രു പോലെയായി. ഫോൺ പോലും ബന്ധമില്ലാത്ത രീതിയിൽ 10 വർഷം വിളിക്കത്തില്ലായിരുന്നു ഞാനുമായിട്ട്. അതേ രീതിയിൽ അദ്ദേഹം ഞങ്ങളുടെ ബന്ധം ഡിസ്കണക്ട്. പക്ഷെ ഇപ്പുറത്ത് ദൈവം അടുത്തയാളെ ബന്ധം കൊണ്ടുവന്നു. അങ്ങനെ ഈ രണ്ടാമത്തെ എന്റെ കുട്ടി ഉണ്ടായ സമയത്ത് എന്റെ ചേട്ടന്റെ മകളുടെ പേര് ജയ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ജയ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം ഇവന്റെ പേരും എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 6 മാസമായിട്ട് കുട്ടിക്ക് പേരിട്ടിട്ടില്ല. ഓരോ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ഓരോ പേരാ പറയുന്നത്. ഏത് പേരിടണമെന്ന് എനിക്കറിയത്തില്ല. പാസ്റ്ററോട് ചോദിച്ചിട്ട് പാസ്റ്റർ പേര് പറഞ്ഞു. ഞാൻ പേരിങ്ങനെ കുഴങ്ങി ഇങ്ങനെ ആലോചിച്ചിരുന്നു. ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു ഇവന്റെ പേര് ജോഷുവ എന്നിടാം. അപ്പം ജീസസ് അത് സെയിം ആയിട്ട് വരുന്നതാണല്ലോ, യേശു ദൈവൻ രക്ഷകൻ എന്നുള്ള അതേ സാമ്യത്തിലേക്ക് വരുന്നതാണല്ലോ ഇവന്റെ പേര് ജോഷുവ. അങ്ങനെ ഞാൻ ഇവനുമായിട്ട് ഞാൻ പാസ്റ്ററിന്റെ അടുക്കിലേക്ക് ചെല്ലുക. 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞ് പാസ്റ്ററിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ പാസ്റ്ററിനോട് ചോദിച്ചു, നീ ഇവന് പേരിട്ടോ? ഞാൻ പറഞ്ഞു തൽക്കാലം ജോഷുവ എന്ന്. പെട്ടെന്ന് പാസ്റ്റർ തലയിലും കൈവച്ചു. നീ എങ്ങനെ ഈ പേരിട്ടത്? ഞാൻ പറഞ്ഞ് അങ്ങനെ ഇട്ടത് തൽക്കാലം ഇട്ടാന്ന് പറഞ്ഞു.
പാസ്റ്റർ പറഞ്ഞു ഇവന്റെ പേര് അത് തന്നെയാണ്. ഇവൻ ഉണ്ടായപ്പോ തന്നെ ദൈവം എന്നോട് പറഞ്ഞു ഇവന്റെ പേര് ജോഷുവ. പക്ഷെ നീ എന്തിടുവെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. നീയും ഇട്ടത് ആ പേര് തന്നെ. ഇതൊരു ഭയങ്കര അത്ഭുതമായല്ലോ. അപ്പൊ അവന്റെ പേര് പോലും, നമ്മുടെ ഒരു പേര് പോലും, ഒരു നിസാരമായ വിഷയങ്ങൾ പോലും ദൈവത്തിന് അത്രയ്ക്ക്, അല്ലെങ്കിൽ അത്രയ്ക്ക് ദൈവം കാണുന്നു എന്നുള്ള കാര്യങ്ങൾ ഓരോ അനുഭവങ്ങളിലൂടെ അങ്ങനെ ദൈവം നടത്തിക്കൊണ്ട് വരുവാനിടയായി. മുമ്പോട്ടുള്ള എന്റെ ആത്മീയ ജീവിതത്തിൽ എല്ലാം തന്നെ എന്റെ രണ്ടാമത് കുട്ടി ഉണ്ടാകുന്ന സമയത്തും അവന് രണ്ടാമത് കുട്ടി ഉണ്ടാകാൻ പോകുന്നതിനെ കുറിച്ചും ദൈവം ദർശനം കാണിച്ചു തന്നു. അവന് ജോയൽ എന്ന് പേരിട്ടു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഭാര്യ അവൾക്ക് ഈ ക്യാൻസറിന്റെ രോഗത്തിലേക്ക് അവൾ പോകുന്നു. പക്ഷേ ഈ രോഗപ്രയാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ദൈവം ഒരു ആലോചന തന്നു, ചെറിയ പ്രശ്നങ്ങൾ കയറി വരാൻ പോകും. അപ്പോ ദൈവം തീർച്ചയായിട്ടും എന്റെ പ്രാർത്ഥനയും എന്റെ ആഗ്രഹവും ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അതെന്റെ മേൽ വരണം. അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന് എന്തായാലും ദൈവ ഇഷ്ടത്തിന് വേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ഒരു വിശ്വാസ ജീവിതമായിരുന്നു. അങ്ങനെ ഈ രോഗത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നു, സ്ഥിരീകരിക്കപ്പെടുന്നു. അന്നൊക്കെ ഞാൻ ഏറെ ഭാരപ്പെട്ടു. അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ചികിത്സയ്ക്ക് എന്റെ കയ്യിൽ പൈസയില്ല. ബ്രസ്റ്റിലാണ് അദ്ദേഹത്തിന് വരുന്നത്. പക്ഷേ ഒരു വലിയ മേജർ സർജറി വന്നു കഴിഞ്ഞാൽ ഞാൻ വാടകയ്ക്ക്, ഞാൻ ഈ അന്ന് നമ്മുടെ ഈ ചർച്ചിന്റെ തന്നെ ഒരു കെട്ടിടത്തിലാണ്. അതൊരു വലിയ പഴകിയ ഒരു കെട്ടിടമാണ്. ഒരു രോഗിയെ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കാൻ പറ്റിയ ഒരു കെട്ടിടമാണ്. എങ്ങനെ അവിടെ സാധ്യമാകും? എനിക്കൊരു വീടില്ല. അതുകൊണ്ട് ഇതെങ്ങനെ കടന്നു പോകും എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അവിടെ ദൈവം കാണിച്ചൊരു അത്ഭുതം. 4 വർഷത്തോളം വൈഫിന് വേണ്ടി ചികിത്സ നടത്തി. ഏകദേശം 10-12 ലക്ഷത്തോളം രൂപയോളം ചികിത്സയ്ക്ക് വേണ്ടി ചെലവ്. പക്ഷെ എനിക്ക് പറയാൻ പറ്റും, ദൈവം അറിയാതൊന്നും സംഭവിക്കത്തില്ല, ദൈവം അനുവദിക്കാതൊന്നും സംഭവിക്കത്തില്ല. ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ വഴികളും ഒരു പ്രാവശ്യം പോലും എനിക്കിനി ചികിത്സയോടുള്ള ബന്ധത്തിൽ ഞാൻ ഒരു പ്രയാസം വരുന്ന അവസ്ഥ വരുമ്പോഴത്തേക്കിന് ഞാൻ ദൈവത്തോട് കരയുമ്പോൾ സ്പോട്ടിൽ ചില അടുത്ത മിനിറ്റുകൾക്കുള്ളിൽ എനിക്ക് കോൾ വരും. കുറച്ച് പൈസ ഇന്നടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്, പാസ്റ്റർ അവിടെ പോയി മേടിച്ചോളാം. ഞാൻ ആരോടും ചികിത്സയ്ക്ക് വേണ്ടി 5 പൈസ ഞാൻ ആരോടും ചോദിച്ചു. പക്ഷെ എനിക്ക് വേണ്ടി മറ്റു പലരും ചോദിച്ചിരുന്നു. ചികിത്സയ്ക്ക് ഒരു 5 പൈസയുടെ മുടക്ക് വന്നില്ല. മാത്രമല്ല ദൈവം എനിക്ക് ആ കാലയളവിൽ തന്നെ എന്നോട് ആരാധന പറഞ്ഞിരുന്നു, സഹോദരിയെ ഞാൻ തിരികെ വിളിക്കുമെന്ന് ദൈവം എനിക്ക് നേരിട്ട്. കാരണം എനിക്കറിയാമായിരുന്നു ദൈവം അവളെ കൊണ്ടുപോകും എന്നുള്ള കാര്യം. പക്ഷെ ഒന്നുറപ്പാണ്, ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ, ദൈവഹിതം എന്താണോ അത് എന്റെ മേൽ നിവർത്തിക്കപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥന എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്തായാലും സർജറി ചെയ്യേണ്ടി വന്നില്ല. രോഗം അതിൻ്റെതായ പ്രത്യേക അവസ്ഥകളിലേക്ക് എത്തി. മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ ഒരു തലങ്ങളിലും തടസ്സങ്ങളോ ചികിത്സയ്ക്കുള്ള കാര്യങ്ങളിലോ ഒന്നും തടസ്സം വന്നിട്ടില്ല. ചികിത്സകളെല്ലാം വളരെ കൃത്യമായി ചെയ്തു. അപ്പോൾ തന്നെ സരിതയുടെ മരണത്തിന് തൊട്ട് കുറച്ചു നാളുകൾക്ക് മുമ്പ് തന്നെ സരിത ഒരു ദർശനം കണ്ടു. അവൾ മേഘത്തിലേക്ക് എടുക്കപ്പെടുന്നു. പെട്ടെന്ന് മേഘത്തിലേക്ക് എടുക്കപ്പെടുന്നു. ഒരല്പസമയം കഴിഞ്ഞ് ഈ എടുക്കപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് ഇവള് അടുത്തിരിക്കുന്നവരോട് പറയുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്. ഞാനെന്തേ എന്ന് ചോദിക്കുന്നു. ഞാൻ ഓടിച്ചു ചെല്ലുന്നു. ചെന്ന് അടുത്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ അവൾ എന്നോട് പറയുന്നുണ്ട്, ഞാൻ പോവാ എന്ന് പറയുന്നു. പെട്ടെന്ന് ഞാൻ 2 പ്രാവശ്യം കുലുക്കി വിളിച്ചപ്പോൾ ഇവളെ ഉണർന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ചോദിച്ചു, എന്നാ പറഞ്ഞ് അവള് കണ്ടത് മേഘത്തിലേക്ക് അവൾ ഇങ്ങനെ എടുക്കപ്പെടുന്നതായിട്ടൊരു കാഴ്ച. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവികമാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു, നിന്റെ അപ്പോഴത്തെ മൈൻഡിലുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു? അവൾ പറഞ്ഞൊരു ഭയങ്കര സന്തോഷമായിരുന്നു, ഒരു ഭയങ്കര സന്തോഷം, ഒരു ഭയങ്കര സമാധാനം. എനിക്ക് മനസ്സിലായി ദൈവം തന്നെയാണ് അവളെ ദർശനത്തിൽ ആ കാര്യങ്ങളിലൂടെ കൊണ്ടുപോയത്. അത് കർത്താവിന്റെ സന്നിധി, ദുഃഖത്തിന്റെ സന്നിധി അല്ല. രോഗവും ദുഃഖവും പ്രയാസവുമല്ല ഈ രോഗത്തിലാണ്. ഇവിടെ വിട്ടുകഴിഞ്ഞാൽ അങ്ങനെ ഒരു അന്തരീക്ഷമില്ല എന്നുള്ള ബോധ്യം കർത്താവ് എനിക്ക് തന്നു.
അതുകൊണ്ട് അവളെ അതിലൂടെ ഉറപ്പിച്ചു. മാത്രമല്ല എന്റെ കുട്ടികളെയും ദൈവാവശ്യങ്ങളൊക്കെ ഉറപ്പിക്കാൻ. പിന്നത്തേതിൽ കർത്താവ് എന്നെ സരിത മരിക്കുന്നതിന് ഏകദേശം ഒരു 3 മാസം കൊണ്ട് ദൈവം എന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. മരണം എനിക്കൊരു ഭയങ്കര ഭയമായിരുന്നു. പക്ഷെ മരണത്തെ കുറിച്ചൊരു ഭയങ്കര പ്രത്യാശ എനിക്ക് വരാൻ തുടങ്ങി. മരണം എനിക്ക് പേടിയില്ലാത്ത അവസ്ഥയായി. ഏത് സമയത്തും മരിക്കാൻ ഞാൻ പോലും തയ്യാറായി. മരണഭയം മാറി. ഒരു വലിയ പ്രിപ്പറേഷനിലേക്ക് വന്നു. ഈ ലോകത്തിലെ ജീവിതം ചുരുക്ക നാളുകളാണെന്നും ഈ ലോകം വിട്ട് കർത്താവിന്റെ അടുക്കലേക്ക് പോകേണ്ടത് എത്രയും നല്ലതാണെന്നുള്ള ബോധ്യത്തിലേക്ക് വന്നു. ഭയങ്കര പ്രത്യാശ, ഭയങ്കര ഉറപ്പ്, ഭയങ്കര ധൈര്യം വന്നു. അങ്ങനെ 3 മാസം കൊണ്ട് ദൈവം എന്നെയും പ്രിപ്പയർ ചെയ്തു. ശേഷമാണ് സരിതയെ കർത്താവ് വിളിക്കുന്നത്. അവിടെയും പ്രത്യേകത, സരിതയെ സംബന്ധിച്ച് ഒരു വേദന അല്പം പോലും സഹിക്കാത്ത ആളാണ്. പക്ഷെ വേദന അവൾ അനുഭവിക്കേണ്ടി വന്നില്ല. ഒരു 4 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. പക്ഷെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ കിടന്നു. 5-ാമത്തെ ദിവസം കർത്താവിലേക്ക് ചേർക്കപ്പെട്ടു. പക്ഷേ അവിടെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കുട്ടികൾ എന്തായി തീരുമെന്ന്. അവരുടെ ധൈര്യം മുഴുവൻ ചോർന്നു പോകും. പക്ഷെ അവിടെയും ഞാൻ അത്ഭുതം കണ്ടു. കുഞ്ഞുങ്ങൾ ഭയങ്കര കർത്താവിൽ അവർ ശക്തിപ്പെട്ടു നിൽക്കുന്ന കാഴ്ച. അവർ ഭയങ്കര പ്രത്യാശ, ഭയങ്കര ശക്തി, ഭയങ്കര ധൈര്യത്തോടെ. അത് എനിക്കും ഉറപ്പ് നൽകി കൂടുതൽ. അങ്ങനെ കൃപയാൽ കർത്താവ് എന്റെ ജീവിതയാത്രയിൽ വിശ്വാസത്തിലും ആത്മീയ കാര്യങ്ങളിലും ഒക്കെ ഉറപ്പിച്ച് കർത്താവ്. തുടർന്ന് ഇപ്പൊ എന്റെ കൂടെ വൈഫിന്റെ അമ്മയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ആന്റി ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. കൃപയാൽ ഇതൊന്നും അവരെ ബാധിച്ചിട്ടില്ല. ആത്മീയ വിഷയങ്ങൾ ബാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഒരു സാഹചര്യം പോലും എന്റെ വീട്ടുകാരും ഉൾപ്പെടെ എല്ലാവരും എന്റെ കൂട്ടത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നു. എന്റെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, വിളിക്കാതിരുന്ന 10 വർഷം വിളിക്കാതിരുന്ന ജ്യേഷ്ഠൻ, എല്ലാവരും ആ ഒരു ബന്ധത്തിലേക്ക് വന്നു. ആ ഒരു ബന്ധത്തിൽ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് നല്ല റിലേഷനിലായിരിക്കുന്നു. അപ്പോൾ തന്നെ കൃപയിൽ കർത്താവിന്റെ സന്നിധിയിൽ ശുശ്രൂഷയിൽ തന്നെ യാതൊരു ഇതിലും ഇതെന്നെ ഡെസ്പാക്കി കളയാതെ, ഡൗൺ ആക്കി കളയാതെ കർത്താവ് എനിക്ക് കൃപ തന്ന് ദൈവം ഉറപ്പിച്ചു നിർത്തി. കുഞ്ഞുങ്ങളെയും ഉറപ്പിച്ചു നിർത്തി എന്നുള്ളത് ഒരു വലിയ സന്തോഷകരമായ കാര്യമാണ്. കർത്താവിന്റെ വേലയിൽ ഇപ്പോഴും വളരെ ശക്തമായി പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നു. സഭയുടെ കർത്തദാസനായിരിക്കുന്ന കർത്താവിദാസൻ 2010 കണ്ട ഒരു വലിയ ദർശനമാണ്. ഭാരതത്തിൽ ഒരു വലിയ ഉണർവ് നടക്കാൻ പോകുന്നു. ഭാരതത്തിൽ ഒരു വലിയ ഉണർവ് നടക്കാൻ പോകുന്നു. ഉണർവ് ലോകരാജ്യങ്ങളിലേക്ക് എത്തും. ലോകം കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയൊരു ഉണർവാണ് ഭാരതത്തിൽ നടക്കുന്നത്. അത് കേരളത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ദൈവം ഞങ്ങളോട് പറഞ്ഞ ആലോചന, കർത്താവിദാസന് കിട്ടിയ 100 കണക്കിന് കണ്ട ദർശനങ്ങളുണ്ട്. ആ വിഷയത്തിൽ നിന്ന് കിട്ടിയ അവന്റെ വരവ് ഏറ്റവും അടുത്തു. വരവിന് മുമ്പായി നടക്കുന്ന അവസാനത്തെ ഉണർവാണിത്. ഇന്ത്യയിൽ 50% മേൽ ആൾക്കാർ ഇന്ത്യയിലേക്ക് വരും. ഈ പൂർണ്ണമായിരിക്കുന്ന ദൈവപ്രവൃത്തി രാജ്യത്താണ്. സമഗ്ര പുരോഗമനം ഇന്ത്യയിൽ നിന്നാണ്. ലോക രാജ്യങ്ങളുടെ നടുവിൽ ഇന്ത്യ 1-ാം സ്ഥാനത്തേക്ക്. അങ്ങനെ ആത്മീയവും ഭൗതികവുമായ തലങ്ങളിൽ ഇന്ത്യയിൽ ഒരു വലിയ ആത്മീയ ഉണർവ് നടക്കാൻ പോകുന്ന ദർശനം 2010 മുതൽ കർത്താവിദാസൻ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവാസവും പ്രാർത്ഥനയും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സഭയുടെ പ്രവർത്തനം, ഞങ്ങൾക്കൊരു ഓർഫനേജ് ഉണ്ട്. ഏകദേശം 24 പേരോളം താമസിപ്പിക്കുന്ന ആരുമില്ലാത്ത, ഞാൻ പറഞ്ഞില്ല ആശ്വാസം എന്ന് പറഞ്ഞ പ്രവർത്തനം. ആ പ്രവർത്തനമാണ്. തുടർന്ന് ഇപ്പോൾ അത് ഓൾഡേജ് ഹോമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 10 അമ്മച്ചിമാരായിട്ടുള്ളവരുണ്ട്. ഒരു 4-5 സഹോദരന്മാരും ആരുമില്ലാത്തവരായിരിക്കുന്നവരുണ്ട്. അങ്ങനെ പ്രവർത്തനം നടക്കുന്നു. പിന്നെ മെഡിക്കൽ കോളേജിനുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നു, പരസ്യങ്ങൾ നടക്കുന്നു, പ്രവർത്തനങ്ങൾ നടക്കുന്നു. മാത്രമല്ല നിരന്തരമായിട്ട് രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന 2010 മുതൽ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിദാസൻ ഈ 14 വർഷമായിട്ട് ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി ഉപവാസവും പ്രാർത്ഥനയുമാണ്. അങ്ങനെ സഭയുടെ പ്രവർത്തനം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ നിരന്തര ഉപവാസം പ്രാർത്ഥനയൊക്കെ ആയതുകൊണ്ട് സഭയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇപ്പോൾ ആശ്വാസങ്ങളുടെ ഉത്തരവാദിത്വവും. അങ്ങനെ കൃപയാൽ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അനുഗ്രഹമായി നടക്കുന്നു. കൃപയിൽ ആശ്രയിച്ച് ദൈവം ശക്തമായിട്ട് നടത്തുന്നു, കാര്യങ്ങളെ ചെയ്യുന്നു. നിശ്ചയമായിട്ടും എന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠം,
നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു കാര്യപരിപാടിയുണ്ട്, ദൈവത്തിന് ഒരു നിർണയമുണ്ട്, ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതെന്താണോ നമ്മൾ അതിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മളെ ആ വഴിയിലൂടെ ദൈവം നടത്തും. പക്ഷേ പക്ഷേ നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ശോധനകളും ഒക്കെ ഉണ്ടാകാം. അപ്പം ഈ ദുഃഖങ്ങളും ശോധനകളും ഒക്കെ നമ്മൾ കടന്നു പോകുന്നത് നമ്മളെ ഒരുക്കി പുറത്തു കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ ശക്തമേറിയ കാര്യപരിപാടിക്ക് വേണ്ടി നമ്മളെ നിർത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കടന്നുപോയ മാർഗം കഷ്ടങ്ങളുടെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും മാർഗമാണ്. അതുകൊണ്ട് കർത്താവിനെ പിൻപറ്റുന്ന നമുക്കും ഈ അവസ്ഥകളിലൂടെ ഒക്കെ പോയെന്ന് വരാം. പക്ഷെ ഇതിന്റെ അന്തിമം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പും ആ ഉയർപ്പിലൂടെ അനേകരുടെ രക്ഷയുമായിരിക്കുന്നത് പോലെ അനേക കഷ്ടങ്ങൾ സഹിച്ച് കർത്താവ് നടത്തുന്ന വഴികളിലൂടെ നാം മുമ്പോട്ട് പോയാൽ മുമ്പിൽ നമുക്ക് വലിയ ദൈവപ്രവർത്തികൾ, കാരണം നമ്മുടെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ കർത്താവിന്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് അതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഈ കാലത്ത് അനേക ദൈവസഭകൾ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് പിന്നാലെ ഓടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ ലോകത്തിലെ നന്മ, അനുഗ്രഹങ്ങൾ, ഉയർച്ച, വിടുതലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതല്ല യഥാർത്ഥമായ ക്രിസ്തുവാണ് നമ്മുടെ സുവിശേഷം, ക്രിസ്തുവിന്റെ മാർഗമാണ് നമ്മുടെ മാർഗം, നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. ആ കാഴ്ചപ്പാടിൽ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ അനേക കഷ്ടങ്ങളിലൂടെ പോയെന്ന് വരാം. പക്ഷേ ഇത് അപ്പുറത്തൊരു വലിയ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് കണ്ട് മനസ്സിലാക്കി ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം നമ്മൾ നിന്നാൽ നിശ്ചയമായിട്ടും ഈ വഴിയിലൂടെ നമ്മെ നടത്തി കർത്താവ് ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ നാമം നമ്മളിലൂടെ അബദ്ധപ്പെടുത്തുവാൻ ഇടയാക്കി തീർക്കും. അങ്ങനെ എന്റെ ഈ സാക്ഷ്യം ഇങ്ങനെയാണ് ഉള്ളത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തുവല്ലോ. ഇതിന് അവസരങ്ങളെ ഒരുക്കി തരുവാൻ അരോമ ടിവിയിലൂടെ കർത്താദാസൻ ദാനിയൽ ജോൺ ദൈവദാസനും ഇടയായി തീർന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ, ആമേൻ. ദാസൻ ബിബിൻ പുരുഷോത്തമന് ദൈവം നടത്തിയ വിളിച്ചു വേർതിരിച്ച അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവദാസനെ ദൈവം കണ്ടിരുന്നത്, തിരഞ്ഞെടുത്തത് ഒരുപക്ഷെങ്കിൽ ചില വർഷങ്ങൾക്ക് മുൻപാണെന്ന് നമ്മൾ പറയും. എന്നാൽ തിരുവെഴുത്തുകളിൻ പ്രകാരം പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ, അഥവാ ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ദൈവരാജ്യത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മെ മുന്നമേ കണ്ടിരുന്നു. ലോകപ്രകാരം നോക്കിയാൽ ഒരുപക്ഷെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനിച്ച് വളർത്തപ്പെട്ട ഒരു പശ്ചാത്തലം, മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ചുറ്റുപാടുകൾ നമുക്ക് എടുത്തു പറയുവാൻ കാണും. ലോകപ്രകാരം നോക്കിയാൽ ചില മതത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെങ്കിൽ നമ്മൾ അറിയപ്പെടുന്നത്. എന്നാൽ ദൈവം മനുഷ്യനെ ഒരു മതത്തിൽപ്പെട്ടവനെന്നോ വിഭാഗത്തിൽപ്പെട്ടവനെന്നോ വേർതിരിക്കപ്പെട്ട് കാണുന്നില്ല. കാരണം സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടിയും ദൈവത്തിൻ്റെ ആയതുകൊണ്ട് മനുഷ്യനെ കാണുന്നത് പോലെയല്ല, മനുഷ്യൻ മറ്റുള്ള സൃഷ്ടികളെ കാണുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ സൃഷ്ടികളെയും മനുഷ്യനെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ദാസൻ ബിബിനെ ദൈവം കണ്ടത് ദൈവത്തിൻ്റെ പൈതലായിട്ടാണ്, ഒരു ദൈവമകനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആരുടെ മകനായി ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നോ, ആരുടെ സഹോദരനായി ജനിച്ചു എന്നുള്ളത്, അല്ലെ ഏത് കുടുംബത്തിൽ ഏത് ദേശത്ത് ജനിച്ചു എന്നുള്ളത് ഒരു വിഷയമേ അല്ല. ദൈവം ഈ ഭൂമിയിൽ ജനിക്കാൻ വേണ്ടി ഒരു ഇടം, അല്ലെ ഒരു മാതാപിതാക്കന്മാരെ ദൈവം അതിനുവേണ്ടി ഒരുക്കി ആ ഒരു കുടുംബത്തിൽ ജനിക്കുവാനിടയായി തീർന്നു. പക്ഷേ അത് ഒരു ആരംഭം മാത്രം. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവം തിരഞ്ഞെടുത്തടിപ്പിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ ഉദ്ദേശം. ഈ ഭൂമിയിൽ എൻ്റേത് എന്ന് പറഞ്ഞ്
ഞാൻ കൃഷി ചെയ്യുന്ന ഏതെങ്കിലും കൃഷിത്തോട്ടത്തിലെ ഒരു കൃഷിവക ഞാൻ എൻ്റേതാണെന്ന് പറഞ്ഞ് ഞാൻ കൃഷി ചെയ്യുന്നു. പക്ഷേ അത് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അത് പിന്നെ എൻ്റേതല്ല, അത് ആരുടേതോ ആയി മാറുകയാണ്. ആരുടേതോ ആര് വില കൊടുക്കുന്നു ആ വ്യക്തിയുടേതായിട്ട് മാറുകയാണ്. ഏത് വസ്തുവായാലും അങ്ങനെ തന്നെ. എന്ന് പറയുന്നത് പോലെ കർത്താവിൻ്റെ ദാസൻ ബിബിനെ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ തിരു രക്തത്താൽ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് മറ്റ് യാതൊരു അവകാശങ്ങളും അതിൻ്റെ പിന്നിൽ ആർക്കും പറയാൻ കഴിയില്ല. യേശുവിൻ്റേതായി മാറി, ദൈവരാജ്യത്തിൻ്റെതായി മാറി, ദൈവത്തിൻ്റെതായി മാറിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ബിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവത്തിൻ്റേതാക്കി മാറ്റിയെടുക്കുവാൻ വേണ്ടി ദൈവം കൊണ്ടുപോയ ചില പ്രോസസ്സുകൾ മാത്രമാണ് ഈ പറഞ്ഞ സാക്ഷ്യത്തിലുടനീളം കേൾക്കുവാൻ കഴിഞ്ഞത്. അതിന് അനുകൂലവും പ്രതികൂലവുമായി ചില വ്യക്തികളെ ദൈവം അവിടങ്ങളിൽ അതത് സന്ദർഭങ്ങളിൽ എഴുന്നേൽപ്പിച്ചു, ചില സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോയി. അവിടങ്ങളിലൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയെടുക്കുകയായിരുന്നു എന്ന് മാത്രം. ഒന്നുകൂടി പറഞ്ഞാൽ, പ്രിയ സഹോദരി സരിത ജീവിതത്തിലേക്ക് കടന്നു വന്നു, തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു, താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. ഒരു ചെറിയൊരു കാലയളവിലേക്ക് പ്രിയ സഹോദരി കടന്നു വന്നു, തൻ്റെ ഭവനത്തിലേക്ക്, നിത്യഭവനത്തിലേക്ക് താൻ കടന്നുപോയി. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ആർക്കൊക്കെയോ അല്പ ആശ്വാസം കൊടുക്കുവാൻ വേണ്ടി ദൈവം നമ്മെ അല്പനാളത്തേക്ക് ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നിത്യഭവനത്തിൽ നാം വിശ്രമത്തിനായിട്ട് കടന്നു പോകും. പ്രിയ സരിതാ സഹോദരി നേരത്തെ പോയി, നമ്മളും പിന്നാലെ ആ നിത്യഭവനത്തിലേക്ക്, നിത്യവിശ്രമത്തിനായി ദൈവത്തോടൊപ്പം പോകും. അതിനുവേണ്ടി നാമും കാത്തിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസന് ഭാരമില്ല, വിഷമമില്ല എന്നുള്ളതല്ല. താൽക്കാലികമായുള്ള മനുഷ്യൻ്റെ പെട്ടെന്നുള്ള വേർപാട് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിനെ വല്ലാതെ വേദനയിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീരും. എന്നാൽ നിത്യസമാധാനം, നിത്യസന്തോഷം, സർവ ആശ്വാസങ്ങളുടെ ഉറവിടമായ കർത്താവ് മാറാത്ത ദൈവമായി നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്നും ധൈര്യമായിട്ട് ആ ഒരു വലിയ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുവാൻ, കർത്താവിൻ്റെ വരവിങ്കൽ നമുക്കൊരുമിച്ച് കൂടി കാണാം എന്നുള്ളത് ആ വലിയ പ്രത്യാശ നമ്മിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവിൻ്റെ ദാസന് ദൈവം കൃപ ചെയ്യട്ടെ. ദൈവദാസൻ്റെ ഓരോ വാക്കിലും ആ പ്രത്യാശയുടെ ആ വാക്കുകൾ നിഴലിച്ച് നിൽക്കുന്നത് കേൾക്കുവാൻ കഴിഞ്ഞു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. രണ്ട് കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ ദാസനെയും പ്രിയമുള്ള മറ്റ് ബന്ധുക്കളെ എല്ലാവരെയും സഭയെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ വേലയിൽ ഐശ്വര്യമായി പ്രയോജനപ്പെടുവാൻ, വർദ്ധിച്ചു വരുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിശ്ചയമായും നമുക്കൊരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി, ഈ ദൈവദാസിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകളിൽ ദൈവമായ കർത്താവ് അവരെ പിന്നെ ശക്തമായി ഉപയോഗിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ കണ്ണുകളെ അടച്ച ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിബിൻ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, കർത്താവായ യേശുവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസൻ ദാനിയേൽ ജോൺ ദൈവം തനിക്ക് കൊടുത്ത കാഴ്ചപ്പാടും കർത്താവ് കൊടുത്ത നിയോഗത്തിനും അനുസരിച്ച് ദൈവിക ശുശ്രൂഷയിൽ തന്റെ ദാസൻ വളരെ ശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ലോകത്തിന്റെ, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനേകരിലൂടെ കർത്താവെ അവരുടെ സാക്ഷ്യങ്ങളെ കേട്ട് അത് മറ്റുള്ള അനേകരിലേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് പ്രചോദനമായി തീരുവാൻ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന കർത്താവിന്റെ വചനം പോലെ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കേണ്ടതിന് വേണ്ടിയിട്ട് കർത്താവെ, ഇങ്ങനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ആത്മീയമായിട്ട് പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമായി തീരേണ്ടതിന് കർത്താവ് സാക്ഷ്യങ്ങളെ മറ്റുള്ളവരുടെ നടുവിലേക്ക് തന്റെ ദാസൻ എത്തിച്ചു കൊടുക്കുന്നത് ദൈവം ഓർക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കരുണയുള്ള പിതാവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവവചനത്തിൽ കാണുന്ന പോലെ ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുമെന്ന വചനം പോലെ ഇനി മുമ്പോട്ട് കർത്താവെ അതിശക്തമായിട്ട് അനേകരെ ക്രിസ്തുവിങ്കൽ വാർത്തെടുക്കേണ്ടതിന് ഈ അരോമ ടിവിയുടെ പ്രവർത്തനങ്ങളെയും ദാസനെയും തന്നോടുകൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ടീമുകളെയും എല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന്, ദാസനെ കുടുംബമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ അരോമ ടിവിയുടെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രിയപ്പെട്ടവരെ ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കുമാറാകണമേ. അവരെല്ലാം ദൈവം മാനിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാവരും ദൈവകൃപയിൽ മറിഞ്ഞിരിക്കാൻ കൂടുതലായി ഹാലലി കർത്താവിന്റെ വേലയിലും കർത്താവിന്റെ വയലിലും വർദ്ധിച്ചു വരുവാൻ, ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അരോമ ടിവിയുടെ പ്രേക്ഷകരായിരിക്കുന്നതിലൂടെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അധികം പ്രചോദനമാകുവാനും കർത്താവിൽ അധികമായി ശക്തിപ്പെടുവാനും ജ്വലിക്കുവാനും ദൈവം അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രവർത്തനത്തെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദാസനെ കുടുംബമായി ഏൽപ്പിക്കുന്ന ദാസൻ വേല ചെയ്യുന്ന പ്രവർത്തന മേഖലകളെ ഏൽപ്പിക്കുന്നു. കർത്താവെ ഇതിനു മുമ്പ് ഇവിടെ കടന്നു വന്ന് സാക്ഷ്യങ്ങൾ അറിയിച്ച കർത്തദാസന്മാരെ, ദാസിമാരെ, പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് ഇനിയും ഇതിലൂടെ അനേകർ സാക്ഷികളായി തീരാൻ പോകുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ എല്ലാവരെയും സ്വർഗം സകലത്തിലും അനുഗ്രഹിക്കുമാറാകണം. ഈ പ്രവർത്തനം എല്ലാവർക്കും ഒരു അനുഗ്രഹമാകണം. കർത്താവിന്റെ വേലയ്ക്ക് ഒരു വലിയ കർത്താവെ അത് സാധ്യതയായി തീരുവാൻ ദൈവം സഹായിക്കണം. ദാസനെ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക നന്മകൾ, വഴികൾ എല്ലാ തലങ്ങളിലും ദൈവം ഒരുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുമ്പോട്ട് ശക്തമായി ദൈവം ഉപയോഗിക്കണം, കൃപ കൂടെ ഇരിക്കണം, സകലത്തിലും അനുഗ്രഹിക്കണം. കർത്താവ് ഇതിന്റെ പ്രവർത്തകരെ, തന്റെ ദാസനെ എല്ലാം ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഒരനുഗ്രഹമാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കുമാറാകണം നല്ല പിതാവേ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബിബിൻ പുരുഷോത്തമൻ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചും ദൈവം നമ്മ മഹത്വത്തിനുണ്ട് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യമാരോഗ്യം ദീർഘായുസ്സും തരട്ടെ, കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ പിന്നെ അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി കൂടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാലയങ്ങളിൽ ജോയിൻ ചെയ്യുവാൻ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കൂടിക്കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.